ലോകമെമ്പാടും ഇന്ന് ടെലിവിഷനിലൂടെയും ഗ്രേസ് കമ്മ്യൂണിറ്റി global.com എന്ന വെബ്സൈറ്റിലൂടെയും ഓൺ ടൈമിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭൂലോകത്തിൻ്റെ വൻകരകളിലുള്ള മുഴുവൻ വ്യക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കുവൈറ്റിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. ഇന്നത്തെ പ്രധാന ചിന്തയ്ക്കായി അതിവേഗത്തിൽ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. തുടർമാനമായുള്ള ചിന്തകളാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി ടെലികാസ്റ്റ് ചെയ്യുന്ന, ടെലിവിഷനിൽ വരുന്ന, യൂട്യൂബിൽ വരുന്ന കാര്യങ്ങൾ കേട്ടാൽ ഈ പറയുന്ന ആലോചനകളുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. കുറച്ച് കാര്യങ്ങൾ ഇന്ന് നമ്മൾ എടുക്കും. തുടർമാനമായി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരണത്തിൽ കേൾക്കാൻ പോകുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എനിക്ക് ഇതിന് ഡിലേ വേണമെന്നില്ല. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇന്ന് കേൾക്കുവാൻ പോകുന്ന ആലോചന റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ഒരു പ്രബോധനം സഹോദരന്മാരെ വിളിച്ച് നടത്തുന്നു. എന്താണ് ആ പ്രബോധനമെന്ന് ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞ് യേശുവിൻ്റെ മനസ്സറിഞ്ഞുള്ള ഒരു പ്രബോധനമാണ് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തുടങ്ങുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ബുദ്ധിയിലുള്ള ആരാധന എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അത്ര വേഗം ആ മലയാളം ഭാഗം വായിച്ചാൽ സാധാരണക്കാരന് അത്ര കണ്ട ആശയങ്ങൾ വെളിപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഇവിടെ ഒരു വിവരണം ആവശ്യമുണ്ട്. ആ വിവരണം നൽകാൻ പോകുകയാണ്. ഈ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടുള്ള വിവരണമാണ് ഞാൻ ഈ വിവരണം നൽകുന്നത്. പല വേർഷനുകൾ, ബൈബിൾ ഇംഗ്ലീഷ് ആകട്ടെ, മലയാളമാകട്ടെ, ഗ്രീക്ക് ആകട്ടെ, പല ഭാഷകളിൽ നിന്നുള്ള വാക്യങ്ങൾ, ഈ വാക്യത്തിൻ്റെ വ്യത്യസ്ത പഠനങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ വാക്യത്തിന് വിശദീകരണം നൽകുവാനായി പോകുന്നത്. എന്താണ് ആക്ച്വലി വാസ്തവമായി പൗലോസ് ഈ വാക്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് ആ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണമാണ് നൽകുന്നത്. ദയവായി ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ഞാൻ കർത്താവിൻ്റെ ഹൃദയം അറിഞ്ഞു. അതാണ് ആദ്യത്തെ ഭാഗം. ഞാൻ ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. സോ ആദ്യമേ പൗലോസ് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രബോധനം എൻ്റെ ചിന്തയിൽ നിന്ന് ആരംഭിച്ചതല്ല, കർത്താവിൻ്റെ മനസ്സറിഞ്ഞപ്പം നിങ്ങളോട് പറയണമെന്ന് തോന്നിയതാണ്. സോ ഈ എക്സോർട്ടേഷൻ അഥവാ ഈ പ്രബോധനം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാണ് ഈ പ്രബോധനത്തിലൂടെ പൗലോസ് ശ്ലീഹ പറയുന്നത്. യേശുവിൻ്റെ ഹൃദയഭാരമാണ് ഈ വാക്യത്തിലൂടെ നമ്മോട് വിവരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടമാണ് ഈ വാക്യത്തിലൂടെ നമ്മോട് വിവരിക്കുന്നത്. എന്താണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞപ്പം നമ്മളോട് നടത്തുവാനുള്ള പ്രബോധനം? അതാണ് ആ വാക്യത്തിൽ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ആ ബുദ്ധി എന്നുള്ള പ്രയോഗം അത്ര കണ്ട് മലയാളത്തിൽ ആശയസമ്പുഷ്ടം അല്ലെങ്കിൽ കൂടെ ചില പദങ്ങൾ, അതിനോടനുബന്ധിതമായ ചില മലയാളം പദങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ എടുത്തിടാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ ഇടവരും. വിവേകമുള്ള ആരാധനയായി. മറ്റൊരു വേർഷനിൽ കൊടുത്തിരിക്കുന്നത് തിരിച്ചറിവിൻ്റെ ആരാധനയായി. ശ്രദ്ധിച്ച് ഇനി ഒന്നുകൂടെ ഞാൻ ആ വാക്യങ്ങൾ വെച്ച ആ വാക്യം ഒന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. ദയവായി ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ തിരിച്ചറിവുള്ള ആരാധനയായി. അപ്പം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ പൗലോസ് ശ്ലീഹ ഇവിടെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ വെറുതെ ആരാധിക്കുന്നവരാകരുത്. പിന്നെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ വിവേകമുള്ള ആരാധന കഴിക്കണം. അതാണ് 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലെ വിഷയം. നിങ്ങൾ വിവേകമുള്ള ആരാധന കഴിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ആരാധന അബദ്ധത്തിൽ നിന്നാകരുത്,
അറിവിൽ നിന്നാകണം, തിരിച്ചറിവിൽ നിന്നാകണം. നിങ്ങളുടെ ആരാധന യാഥാർത്ഥ്യബോധത്തിൽ നിന്നായിരിക്കണം. നിങ്ങളുടെ ആരാധന തിരിച്ചറിവിൽ നിന്നാകണം. തിരിച്ചറിവിൽ നിന്നുള്ള ആരാധന എന്ന വിശേഷണം എന്താണ് ഇവിടെ? ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, അപ്പൊ നോക്കിയേ, ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിവേകപൂർണതയുള്ള തിരിച്ചറിവുള്ള ആരാധന എന്ന് പറഞ്ഞിട്ട് ആ തിരിച്ചറിവുള്ള ആരാധന എന്താണെന്ന് ഇനി വിശദീകരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണേ. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്വാഭാവികമായി ഈ വാക്യം വായിക്കുമ്പം ഇങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത്. ദൈവം പ്രസാദിക്കേണ്ടതിന് യാഗമായി സമർപ്പിപ്പീൻ എന്നാണ് ഒരു ചിന്ത ആരംഭിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല ഈ വാക്യത്തിൽ പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ തിരുഹൃദയം അറിഞ്ഞ് നിങ്ങളോട് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തിരിച്ചറിവിൻ്റെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ വാക്യം പറയുന്നത് നിങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ഉണ്ടാകേണ്ടതിന് യാഗമായി സമർപ്പിപ്പീൻ എന്നല്ല. ശ്രദ്ധിച്ച് കേൾക്കുക സഹോദരന്മാരെ. ഞാൻ കർത്താവിൻ്റെ തിരുഹൃദയം അറിഞ്ഞ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിൻ്റെ പ്രസാദം നേടേണ്ടതിന്, ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദം നേടേണ്ടതിന് യാഗമായി സമർപ്പിപ്പീൻ എന്നല്ല ഈ വാക്യം പറയുന്നത്. പിന്നെയോ ഒന്നുകൂടെ ശ്രദ്ധിച്ച് അത് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള, ആ ഉള്ള എന്ന ആ പദത്തിനൊന്ന് അടിവരയിട്ടാൽ അതിൻ്റെ ആശയം മനസ്സിലാകും. ഇത് നിങ്ങൾക്കുള്ളതാണ്. എന്താണ് ഇത്? മൂന്നും. എന്തൊക്കെയാണ്? 3 കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും, ഇത് 3 നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത് 3 നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. ജീവനും പ്രസാദവും, പിന്നെ ജീവനും പ്രസാദവും വിശുദ്ധിയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ഇത് ലഭിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുവീൻ. എത്ര പേർക്ക് അത് മനസ്സിലായി? കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇല്ല ഒന്നുകൂടെ പറയാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. എന്താണ് യഥാർത്ഥ ആരാധന എന്നുള്ളത് ഇവിടെ വിശദീകരിക്കുന്നത്. യഥാർത്ഥ ആരാധന കിട്ടാൻ വേണ്ടിയുള്ളതല്ല, കിട്ടിയതിൽ നിന്നുള്ളതാണ്. അതാ ഇവിടെ വിശദീകരിക്കുന്നത്. യഥാർത്ഥ ആരാധന ലഭിച്ചതിൽ നിന്നുള്ള നന്ദി പറച്ചിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇത് 3 നിങ്ങൾക്ക് സിദ്ധിച്ചവയാണ്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള, ഓൾറെഡി ഉണ്ടത്. ഹല്ലേലൂയ. അതിന് ഇംഗ്ലീഷ് വേർഷൻ കുറച്ചുകൂടെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് ഇംഗ്ലീഷ് വേർഷൻ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ അത് എടുത്തു പഠിച്ചോ. NIV-യിൽ പോവുക, ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പോവുക. അപ്പോൾ കൂടുതൽ അതിൻ്റെ ആശയം നിങ്ങൾക്ക് തുറക്കപ്പെടുവാനായിട്ട് ഇടയാവും. ഞാനിപ്പോൾ വിസ്താര ഭയത്താൽ അവിടേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ കാര്യം ഇതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പം ഓർക്കുക, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കി നിങ്ങളുടെ ശരീരങ്ങളെ അവൻ മാറ്റിയത് കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ. നോക്കിയ വാക്ക് വേണമെങ്കിൽ എന്നോട് ചേർന്നൊന്ന് വായിച്ചോ. 12-ാം അധ്യായത്തിൻ്റെ, റോമർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ദയവായി നോക്കിയാട്ടെ. ഈ ലോകത്തിന് അനുരൂപരാകാതെ, മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചോ സജു ബ്രദറെ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും കണ്ടോ. അപ്പോ ഈ ലോകത്തിൻ്റെ ഒരു ആരാധനക്രമമുണ്ട്. എന്നിട്ട് പറയാ, നിങ്ങൾ അതിനോട് അനുരൂപരാകരുത്. ഹലോ, ഒന്നുകൂടെ വേണമെങ്കിൽ ആ 12-ന്റെ 2-ാം വാക്യം ഒന്ന് നോക്കിയോ. ഈ ലോകത്തിന് അനുരൂപമാകാതെ. അപ്പൊ ഈ ലോകം ആരാധിക്കുന്ന ഒരു രീതിയുണ്ട്. എന്താ ഈ ലോകം ആരാധിക്കുന്ന രീതി? ഇങ്ങോട്ട് നോക്കി, വേഗത്തിൽ പറയാം, ശ്രദ്ധിച്ചു കേൾക്ക്. ഈ ലോകത്തിലുള്ള ഏത് ആരാധനയ്ക്ക് നിങ്ങൾ പോക്കോ, ആരാധിക്കാൻ വരുമ്പം തെളിച്ചമില്ല. ആരാധന കഴിയുമ്പോഴാ തെളിച്ചം. ഹല്ലേലൂയ. തെളിച്ചത്തോടെ ആരാധിക്കാൻ വരുന്നവരെ ഈ ലോകത്ത് നിങ്ങൾ കാണത്തില്ല. ഞാൻ ചെല്ലും, ദൈവം എൻ്റെ മേൽ പ്രസാദിക്കും എന്ന അറിവോടെ ആരാധിക്കുന്നവരെ ഈ ലോകത്തിൽ കാണുള്ളൂ.
പക്ഷെ നിങ്ങൾ അങ്ങനല്ല. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും എന്നോട് ചേർന്ന വാക്യം ഒന്ന് കേട്ടെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. കണ്ടോ, ഇതാണ് ദൈവഹിതം. എന്താ? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ ആരാധനയും നിങ്ങളുടെ ആരാധനയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ലോകത്തിന്റെ ആരാധന പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ളതാ. നിങ്ങളുടെ ആരാധന പ്രസാദിച്ചത് കൊണ്ടാ. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ഈ ലോകത്തിന്റെ ആരാധന പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാ. പക്ഷെ നിങ്ങളുടെ ആരാധന ദൈവം യേശു ക്രിസ്തുവിലൂടെ നിങ്ങളുടെ മേൽ പ്രസാദിച്ചത് കൊണ്ടാണ് നിങ്ങൾ ആരാധനയ്ക്ക് വരുന്നത്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ആരാധനകൾ ഞാനൊന്ന് വിശദീകരിക്കാം, അപ്പോൾ കൂടുതൽ അത് മനസ്സിലാവും. 1-ാം വാക്യത്തിലേക്ക് ഒന്നുകൂടെ വാ കേട്ടോ. 12-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം ഒന്നുകൂടെ തൊട്ടോ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ഇത് 3 ഞാനൊന്ന് തൊടട്ടെ. ജീവൻ, വിശുദ്ധി, ദൈവത്തിന് പ്രസാദം. എന്നോട് ചേർന്ന് പറഞ്ഞേ, ജീവൻ. എല്ലാവരും പറ, ജീവൻ, വിശുദ്ധി, ദൈവത്തിന് പ്രസാദം ഉള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പൊ എന്നോട് പറയാണ്, ഇതാണ് നിങ്ങൾ, അതുകൊണ്ട് അങ്ങനെ എൻ്റെ മുമ്പിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യേ, സമർപ്പിപ്പീൻ. ഇതാണ് നിങ്ങൾ, അതുകൊണ്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവരുവീൻ. ഹല്ലേലൂയ. എന്താണ് നിങ്ങൾ? ഹല്ലേലൂയ. എന്താണ് നിങ്ങൾ? നിങ്ങൾ എന്നെ ആരാധിക്കാൻ കാര്യം, എന്നിൽ നിന്ന് 3 കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. 1 ജീവൻ, പിന്നെ വിശുദ്ധി, 3 ദൈവപ്രസാദം. 3 രാത്രി ഞാൻ സംസാരിക്കാൻ പോവാ. എത്ര പേരെൻ്റെ കൂടെ ഉണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. You are worshiping God not to get something. അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഞാൻ ബേസിക് ഇടാൻ ആഗ്രഹിക്കുന്ന അതാണ്. യു ആർ നോട്ട് വർഷിപ്പിംഗ് ഫോർ എനിത്തിങ്, യു ആർ വർഷിപ്പിംഗ് ഫ്രം ദി താങ്ക്സ് ഗിവിംഗ്. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. യു ആർ നോട്ട് അപ്ലൈയിങ്, യു ബിലീവ് ഇൻ സപ്ലൈ ആൻഡ് യു ആർ വർഷിപ്പിംഗ് ഫ്രം ദി സപ്ലൈ. നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നവരല്ല, ദൈവം തന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ ആശയം ഒന്ന് കേട്ടാട്ടെ സഹോദരന്മാരെ. ഇത് ഞാൻ കർത്താവിന്റെ മനസ്സറിഞ്ഞപ്പം നിങ്ങളോട് പറയുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയത്തില്ലായിരുന്നു. ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നേ ആരാധനയിലാ പ്രസാദം എന്നാ. പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആരാധനയിലല്ല പ്രസാദം, പ്രസാദിച്ചത് കൊണ്ടാ ഞാൻ അവനെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ 3 പദങ്ങൾ വിശദീകരണത്തിനായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ ഫൗണ്ടേഷൻ മാത്രം ഇന്ന് ഞാൻ ഇടാം. കണ്ടിന്യൂസ് ആയിട്ട് ഇത് കേട്ടാൽ നിങ്ങൾക്ക് അടുത്തത് മനസ്സിലാവും. ഒന്നുകൂടെ വായിക്കാം സജു പറയാ വാക്യം. ഈ ലോകത്തിന്റെ മേളത്ത് 1-ാമത്തെ വാക്യം, മേളത്ത് 1-ാമത്തെ വാക്യം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരം അവിടെ കൊടുക്കുവിൻ എന്ന് പറയുന്ന യാഗമായിട്ടാ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും യാഗമർപ്പിക്കപ്പെടുന്ന വസ്തുവിന് ജീവൻ ഉണ്ടാവുമോ? ഇന്ന് വരെ നിങ്ങൾ ഏത് യാഗം നോക്കിക്കോ, വസ്തുക്കളെ വിച്ഛേദനം നടത്തിയ ശേഷമാണ് യാഗത്തിന് കൊണ്ടുവരുന്നേ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവരുവാന്നിരിക്കട്ടെ, ജീവനോടെയാണോ ഇതിനെ അർപ്പിക്കുന്നേ? അല്ല, അതിനെ ആദ്യമേ കൊന്ന് മജ്ജയും മേധസ്സും എല്ലാം വേർതിരിച്ച് പുരോഹിതനെ അതിനെ ഒരുക്കിയ ശേഷമാണ് അതിനെ യാഗമായിട്ട് സമർപ്പിക്കുന്നത്. ഇന്നുവരെ ജീവനോടെ ഒരു യാഗവും സമർപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ പറയാണ്, ഒന്നുകൂടെ വായിച്ചോ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും. അപ്പൊ ഈ യാഗം ജീവനുള്ള യാഗമാണ്. ഹല്ലേലൂയ. ജീവനുള്ള യാഗമാണ്. ഏത് ജീവനിൽ നിന്നുള്ള യാഗമാണ്? നിങ്ങളിൽ വന്നു ചേർന്ന ജീവനിൽ നിന്നുള്ള യാഗമാണിത്. നിങ്ങളിൽ വന്നു ചേർന്ന ജീവൻ നിങ്ങളുടെ ജീവനല്ല, യേശുവിന്റെ ജീവനാണ്. കരമടിച്ച ജീവനായിട്ടൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഒന്ന് നല്ലതായിട്ട് ശ്രദ്ധിച്ചാലുണ്ടല്ലോ, ഈ ഒരൊറ്റ
ഒരൊറ്റ വാക്യം നമ്മളെ ആകമാനം നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റി വാസ്തവത്തിൽ കർത്താവിന്റെ ഹൃദയത്തിലെ ആരാധന എന്നാന്ന് നമ്മൾ മനസ്സിലാക്കും. ഹല്ലേലൂയ. ഇവിടെ ഉള്ള സകല ആരാധനകളും കൊണ്ടുവാ, നോക്കട്ടെ നീ കൊണ്ടുവന്നേ, എന്നിട്ട് ഞാൻ നിന്റെ മേൽ പ്രസാദിക്കാമെന്ന് പറയുമ്പോൾ യേശു മാത്രമാണ് പറഞ്ഞത് പ്രസാദിച്ചത് കൊണ്ട് കൊണ്ടുവാ. ഒടുവിൽ പ്രസാദം കിട്ടുമെന്നല്ല, ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്റെ മുമ്പിൽ കൊണ്ട് പ്രസന്റ് ചെയ്യേ. എങ്ങനെ? അക്സെപ്റ്റബിൾ ആണെന്നുള്ള അറിവോടെ, വെൽ പ്ലീസ്ഡ് ആണെന്നുള്ള അറിവോടെ, ലൈഫ് അയച്ചിരിക്കുന്നു എന്ന അറിവോടെ, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമാക്കിയിരിക്കുന്നു എന്ന അറിവോടെ പ്രസന്റ് യുവർ സെൽഫ്. പ്രസന്റ് യുവർ സെൽഫ്. മനസ്സിലാകുന്നു? നിങ്ങളെ തന്നെ കൊണ്ടുപോവാ എന്റെ മുമ്പിൽ. എങ്ങനെ? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദം. ഇത് മൂന്നും ഞാൻ തന്നതാ, ഇതും കൊണ്ട് ഇങ്ങോട്ട് വാ, അതാ എനിക്ക് പ്രസാദം. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഇത് മൂന്നും ഞാൻ നിങ്ങൾക്ക് തന്നതാ. നിങ്ങൾക്ക് ജീവനില്ലായിരുന്നു, നിങ്ങളിലുള്ള ജീവൻ പാപത്തിന്റെ ജീവനായിരുന്നു. എന്നാൽ നിങ്ങളിലേക്ക് എന്റെ ജീവനെ ഞാൻ തന്നു. ആ ജീവനും കൊണ്ട് എന്നെ ആരാധിക്കാൻ വാ, അതാ എനിക്ക് പ്രസാദമുള്ള ആരാധന. മനസ്സിലാകുന്നെങ്കിൽ കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്റെ ജീവനിൽ നിന്നോണ്ട് എന്നെ ആരാധിക്കുന്നതാണ് എനിക്ക് പ്രസാദമുള്ള ആരാധന. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവനിൽ നിന്നോണ്ട് നിങ്ങൾ ആരാധിക്കുന്നതല്ല, എന്റെ ജീവനെ സ്വീകരിച്ചിട്ട് നിങ്ങൾ എന്നെ ആരാധിക്കുന്നതാണ് എനിക്ക് പ്രസാദമുള്ള ആരാധന. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഓ, ശക്തിയോടെ ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. കുവൈറ്റിൽ ഇന്നെൻ്റെ ഈ സംസാരം കേൾക്കുന്നവരെ, ഓൺ ലൈവായിട്ട് ലോകരാജ്യങ്ങളിൽ ഇതേ സമയത്ത് തന്നെ ഭൂമിയുടെ വൻകരകളിൽ ഇപ്പോൾ ഓൺ ലൈവായിട്ട് ഈ ശുശ്രൂഷ വീക്ഷിക്കുന്നവരെ, ദൈവം നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്തോ ആണെന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ലോകക്കാരെ പോലെ ആയിപ്പോകും നിങ്ങളുടെ ആരാധന. ഹല്ലേലൂയ. ലോകക്കാരെ ഓരോ ദിവസവും ഓരോന്നെടുക്കും, ദൈവങ്ങൾക്ക് മുമ്പിൽ കൊണ്ട കൊടുക്കും, എന്നിട്ട് പറയും ഇതെങ്കിലും കണ്ട് എൻ്റെ ദൈവം ഒന്ന് പ്രസാദിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. പ്രസാദിപ്പിക്കാൻ വേണ്ടി ആരാധിക്കുന്നവരല്ല നിങ്ങൾ. ദൈവം പ്രസാദിച്ചത് കൊണ്ട് അവന്റെ മുമ്പിൽ പ്രസാദത്തിൽ കൊണ്ട് കൊടുക്കുന്നവരാണ് നിങ്ങൾ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അവൻ എന്നെ ആരാധിക്കുവാൻ, അവിടുന്ന് എന്നെ ആരാധിക്കുവാൻ അവിടുത്തെ ജീവൻ എൻ്റെ മേൽ തന്നതുകൊണ്ടാ ഞാൻ അവിടുത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് എന്നോട് ചേർന്ന് പറയാമോ? കരമുയർത്തി. യേശുവിന്റെ ജീവൻ എന്നിൽ തന്നോണ്ട, ആ ജീവനിൽ നിന്നോണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവനെ അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി അവിടുന്ന് എന്നെ ജീവിപ്പിച്ചത് കൊണ്ടാ ഞാൻ അവിടുത്തെ ആരാധിക്കുന്നത്. ഓ ഹല്ലേലൂയ. റോമാലേഖനത്തിൽ നിന്ന് മാത്രം ഞാൻ ഈ പദങ്ങളെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി പോവാ. കാരണം 12ാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കറിയാം ഇതിനു മുമ്പേ ഈ പദത്തെ തൊട്ടിട്ടുണ്ടാവും. തൊടാതെ 12ാം അധ്യായത്തിൽ ഇത് വിശദീകരിക്കുകയില്ല. മുമ്പേ ഇത് വിശദീകരിക്കാതെ ഇത് വിശദീകരിക്കുകയില്ല. വേഗത്തിൽ എൻ്റെ കൂടെ ചില വാക്യങ്ങളിലേക്ക് വന്നാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം തന്നെ എടുത്താട്ടെ. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6ാമത്തെ അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. റോമർക്ക് എഴുതിയ ലേഖനം 6ാമത്തെ അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 6ാമത്തെ അധ്യായത്തിൻ്റെ 4ാമത്തെ വാക്യം. അങ്ങനെ നാം വായിച്ചോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇവിടെ ഒരു കാര്യം പറയുന്നു. യേശുവിന്റെ മരണത്തിൽ നിങ്ങളും ഞാനും പങ്കാളിയായി തീർന്നപ്പോ, ആ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം നോക്കിക്കേ. നിങ്ങൾക്കും എനിക്കും ഒരു വലിയ കാര്യം സിദ്ധിച്ചു അത്രേ. എന്താണ് നിങ്ങൾക്കും എനിക്ക് സിദ്ധിച്ച വലിയ കാര്യം? നിങ്ങളും ഞാനും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ആ വാക്യം ഒന്നുകൂടെ വേണമെങ്കിൽ തൊട്ടോ. 6ാം അധ്യായത്തിന്റെ 4ാം വാക്യത്തിന്റെ 2ാമത്തെ വാക്യം, 2ാം ഭാഗം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ. കണ്ടോ? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. ഓ, ഒന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ. ക്രിസ്തു മരിച്ചിട്ട് ചേർന്ന് പറ. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. അടുത്തത് നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കേ. അക്ഷരികമായി ആലങ്കാരിക പ്രയോഗമായും ഇവിടെ 2 കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുകയാണ്. യേശുവിന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ? യേശുവിന്റെ ജീവൻ, ആ ജീവനിലുള്ള പങ്കാളിത്തവും എനിക്ക് ലഭിച്ചു. സോ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്
റോമർ 6 ഈ പറഞ്ഞ വാക്യത്തിൽ 4-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് പറയുന്നത് പോലെയാണ്. എങ്ങനെയാ? ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അങ്ങനെ ജീവന്റെ പുതുക്കത്തിൽ നടന്നു തുടങ്ങിയ ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ജീവന്റെ പുതുക്കത്തിൽ നടന്നു തുടങ്ങിയ ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. നിങ്ങളിൽ ഇന്നൊരു ജീവനുണ്ട്. ആ ജീവൻ നിങ്ങളിൽ വന്ന ജീവനാണ്. ആ ജീവൻ വേറെ ആരുടെയും ജീവനല്ല, യേശുവിന്റെ ജീവനാണ്. ഈ ജീവനിലാണ് നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയത്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഈ ജീവൻ വന്നാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയത്. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് വായിക്കാം നിങ്ങൾക്ക് വേണ്ടി. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. പാപം മരണത്താൽ വാണതുപോലെ കൃപ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിത്യജീവനായി നമ്മുടെ മേൽ വാണു. പാപം മരണം കൊണ്ട് വാണു, നീതി നിത്യജീവനും കൊണ്ട് വാണു. ഹല്ലേലൂയ. നിത്യജീവനും കൊണ്ട് വാണപ്പോൾ നിങ്ങളിലും എന്നിലും വന്ന ജീവനാണ് യേശുവിന്റെ ജീവൻ. ഹല്ലേലൂയ. ഈ ജീവൻ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഹലോ, ഈ ജീവൻ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന അറിവോടെ, അതാണ് ചിന്ത അടിവരയിടണ്ടേ. ഈ ജീവൻ നിങ്ങൾ സ്വീകരിച്ചവരാണ്, ഞാൻ ഈ ജീവൻ സ്വീകരിച്ചവനാണ് എന്ന അറിവോടെ എന്നെ കർത്താവിനെ ആരാധിക്കാൻ കൊണ്ടുവരുവീൻ. അതാണ് എനിക്ക് പ്രസാദമുള്ള ആരാധന. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നുകൂടെ ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. യാഗത്തിന്റെ ഒടുവിലാ പ്രസാദം. പക്ഷെ ഇവിടെ പറയുക, യാഗം നടന്നു കഴിഞ്ഞു, അത് ഏകന്റെ യാഗമാണ്. ഇനി ഒരു യാഗം ശേഷിക്കുന്നില്ല. ഏകയാഗത്താൽ നിങ്ങൾക്ക് ഒരു ജീവൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ യാഗത്തിന്റെ ഒടുവിൽ അന്ന് വന്ന ജീവന് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട ഗതികേടില്ല. നിങ്ങൾ ജീവൻ പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളിൽ വന്ന ജീവൻ യേശുവിന്റെ ജീവനാണ്. അത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ആരാധിക്കാൻ വാ. ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സിലെ ഇഷ്ടമാകട്ടോ ഈ പറയുന്നേ, യേശുവിന്റെ ഹൃദയത്തിലെ ഇഷ്ടമാകട്ടോ ഈ പറയുന്നേ. ഏതാണെന്നറിയോ? യേശുവിനെ വിശ്വസിച്ചപ്പം നിങ്ങളിൽ ഒരു ജീവൻ വന്നിരിക്കുന്നു. ആ ജീവനെ കൊണ്ട് നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വരുന്നതാണ് കർത്താവിന്റെ ഇഷ്ടം. ഈ ഇഷ്ടത്തിൽ എൻ്റെ ഉള്ളിൽ ആ യേശുവിന്റെ ജീവനുണ്ട്. ആ ജീവന്റെ പുതുക്കം എന്നിലുണ്ട്. അതിലാ ഞാൻ കർത്താവിനെ ആരാധിക്കുന്നതെന്ന് പറയുന്നവര് കരമടിച്ചവനെ ഒന്ന് ആരാധിച്ചാട്ടെ. കരമടിച്ചൊന്നവനെ ആരാധിച്ചാട്ടെ. ഈ കരമടിക്കുന്നത് പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ കരമടി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ യേശുവിന്റെ ആവശ്യമില്ലായിരുന്നു, കരമടി മതിയായിരുന്നു. നിങ്ങളുടെ എൻ്റെയോ കരത്തിനോ കാലിനോ അടിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതൊക്കെ മതിയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ കരമടിക്കുന്നത് പ്രസാദിപ്പിക്കാൻ വേണ്ടിയല്ല, അവൻ്റെ ജീവൻ എന്നിൽ തരാൻ അവൻ പ്രസാദിച്ചതുകൊണ്ട്, അവിടുന്ന് പ്രസാദിച്ചുകൊണ്ട് ആ ജീവനിൽ നിന്നോണ്ട് ആരാധന. ഓ, എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, ജീവനിൽ നിന്നോണ്ട് ആരാധന. യേശുവിൻ്റെ ജീവനെ സ്വീകരിച്ചുകൊണ്ട് ആരാധന. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ യേശുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെട്ട് തുടങ്ങിയതാണ് ഈ ക്രിസ്തീയ ജീവിതം. നിങ്ങളിൽ വേറൊരാളുടെ ജീവൻ വന്നു ചേർന്നിരിക്കുന്നു. ആ ജീവനിൽ നിന്നോണ്ടുള്ള ആരാധനയാണ് ദൈവത്തിന് പ്രസാദമുള്ള ആരാധന. കുറച്ചുകൂടെ ഷോർട്ടാക്കി പറയാം. പുത്രന്റെ ജീവനെ സ്വീകരിച്ചുകൊണ്ട് പിതാവിന്റെ അടുക്കൽ വന്ന് നന്ദി പറയുന്നതാണ് യഥാർത്ഥ ആരാധന. ഒന്നുകൂടെ ഞാൻ പറയാം. പുത്രന്റെ ജീവനെ സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ പിതാവിന്റെ അടുക്കൽ വന്ന് തന്ന ജീവന് നന്ദി എന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തെ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. പുത്രനായ യേശുവിന്റെ ജീവൻ വന്ന് ജീവിപ്പിച്ച ശരീരം ഇതാ കർത്താവേ എന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തെ കർത്താവിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ആ ആരാധന കഴിക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവർ മാത്രം കരമടിച്ച് ചില മിനിറ്റുകൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിക്കാട്ടെ. ഓ, അത് തുടങ്ങിക്കഴിഞ്ഞു പ്രിയമുള്ളവരെ. അത് തുടങ്ങിക്കഴിഞ്ഞു. ഇന്നെങ്കിലും ആ മുഖം ഒന്ന് വിടരട്ടെ. സന്തോഷം കൊണ്ട് ആ മുഖം ഒന്ന് മാറട്ടെ. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോഴത്തേക്കും പോലീസ് സ്റ്റേഷനിൽ പ്രതി നിൽക്കുന്ന പോലെ തലയും താഴ്ത്തി മരണം കൊതിച്ച് നിൽക്കുന്നവരല്ല നിങ്ങൾ. ജീവനിൽ നിന്നോണ്ട് ആരാധന. യേശുവേ, അവിടുത്തെ ജീവൻ എന്നിൽ തന്നുകൊണ്ട് ആ ജീവനിൽ നിന്നോണ്ട് അങ്ങേക്ക് ആരാധന എന്ന് പറയുന്നവര് കരമടിച്ചുകൊണ്ട് യേശുനാഥനെ
ആരാധിക്കാൻ തുടങ്ങിക്കോ. നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ജീവൻ, സമൃദ്ധമായ ജീവൻ. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനുമാണ്. യേശുവേ നന്ദി. കരമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന യേശുവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ പറഞ്ഞേ. ഞാനിതിൻ്റെ രണ്ടാം ഭാഗം സംസാരിക്കാം, പക്ഷെ അതിനു മുമ്പേ ഇത്രയും മനസ്സിലാക്കിയാട്ടെ ഒന്ന്. ഹല്ലേലൂയ. യേശുവിനെ ഞാൻ ആരാധിക്കാൻ കാര്യം, പാപത്തിൽ മരിച്ചു കിടന്ന എന്നെ അവിടുന്ന് ജീവിപ്പിച്ച് അവിടുത്തെ ജീവൻ എനിക്ക് തന്നതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, യേശുവിൻ്റെ ജീവൻ എന്നിൽ വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങേ ആരാധിക്കുന്നത്. ആ വാക്യങ്ങൾ 6:4. ചില വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് പഠനത്തിന് വേണ്ടി വേണമെങ്കിൽ വേഗത്തിലൊന്ന് പറയാം. പഠനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗത്തിലൊന്ന് പറയാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, റോമാലേഖനം 6:5-21, 6:4, അതുപോലെ തന്നെ 7:10, 8:2, അതുപോലെ തന്നെ 8:6, 8:10, 8:38. ഈ വാക്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു. നിങ്ങളിൽ ഒരു ജീവൻ വന്നു. പറഞ്ഞ് എന്നിലൊരു ജീവൻ വന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, എന്നിലൊരു ജീവൻ വന്നു. യേശു എന്നെ ജീവിപ്പിച്ചു. പറഞ്ഞേ യേശു എന്നെ ജീവിപ്പിച്ചു. ഹല്ലേലൂയ. ആ പ്രയോഗം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ പ്രയോഗം കണ്ടിട്ടുണ്ടോ? യേശു എന്നെ ജീവിപ്പിച്ചു. ഒന്ന് പറഞ്ഞേ, യേശു എന്നെ ജീവിപ്പിച്ചു. ഇല്ല, നിങ്ങൾ പറയുന്നില്ല. വായി തുറന്ന് പറഞ്ഞാട്ടെ, യേശു. ഹല്ലേലൂയ. ഉറക്കെ പറ, കർത്താവ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ആ വാക്യം കൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് എടുത്തോ. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈ വിഷയത്തിൽ നമുക്ക് പ്രചോദനം തരും. ഓക്കെ, കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളൊന്ന് എടുത്താട്ടെ. 3-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു, നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെ. വായിച്ചു വേണമെങ്കിൽ ആ വാക്യം. ഓക്കെ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ. ഓക്കെ, സോ ഇവിടെ ഈ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറഞ്ഞത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകുമല്ലോ. വേറൊരു ജീവൻ നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. ഹലോ, വേറൊരു ജീവൻ നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നിങ്ങളും ഞാനും അതിക്രമത്തിലും പാപത്തിലും മരിച്ചവരായിരുന്നു. യേശുവിനെ വിശ്വസിച്ചപ്പോൾ നാം യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. 3:1 പോലെ വായിച്ചു. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. താഴെയുള്ളതല്ല, മേലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. വായിച്ചു. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. നിങ്ങൾ മരിച്ച്. നോക്ക് 3:3, കൊളോസ് ലേഖനം 3:3. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, പുറകിലിരിക്കുന്നവർ ശ്രദ്ധിക്കണേ, മുമ്പിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കണേ. കൊളോസ്യർ 3:3. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ, നിങ്ങളുടെ പാപത്തിൽ ഉണ്ടായിരുന്ന ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞു, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ അവനോട് ജീവൻ, അകൃത്യത്തിലും പാപത്തിലും മരിച്ച് ജീവിച്ചിരുന്ന ഒരു പഴയ ജീവൻ ഉണ്ടായിരുന്നു. അത് യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൽ ഇല്ലാതായി, ദൈവത്തിൽ മറഞ്ഞു. എന്നാൽ യേശുവിൽ ഉണ്ടായിരുന്ന പുതിയ ഒന്ന് നിങ്ങളിൽ വ്യാപരിച്ചു. അതത്രേ യേശുവിൽ ഉണ്ടായിരുന്ന ജീവൻ. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ആ കൊളോസ് ലേഖനം 3:3 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചത്. നിങ്ങൾ മരിച്ചു. ഞെട്ടിപ്പോത് വാക്യം. നിങ്ങൾ മരിച്ചു. എപ്പോഴാ ഞാൻ മരിച്ചോ? എന്നെ ഈ പറയുന്നേ വാക്യം. നിങ്ങൾ മരിച്ചു. ഓക്കെ, നിങ്ങളുടെ ജീവൻ. നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പറയാം, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അടുത്തത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ജയ്സനെ ശ്രദ്ധിക്കണേ, ഇതിന്റെ ഈ വാക്യം നേരത്തെ മനസ്സിലാക്കിയിരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോ അന്ന്, അങ്ങനെയാ ഈ വാക്യത്തെ കണ്ടോണ്ടിരുന്നത്. ജീവനായ ക്രിസ്തു വെളിപ്പെടും എപ്പോഴാ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. അന്നേരം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, അന്നേരം അല്ല. ഒന്നുകൂടെ ശരിക്കും വായിച്ചു നോക്ക്. 3:3 നോക്ക്.
നിങ്ങൾ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ജീവനായ ക്രിസ്തു വെളിപ്പെടും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അടുത്തത് ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, ഇതെല്ലാം എവിടെ ഉള്ള? ദുർനടപ്പ്, അശുദ്ധി, പിന്നെ അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കും. വെളിപ്പെടുമെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴത്തെ വാക്യത്തിൽ പറയുകയാണ് ആകയാൽ ദുർനടപ്പ്, അശുദ്ധി. എടാ ഇത് തമ്മിലങ്ങ് കണക്ട് ചെയ്യുന്നില്ലല്ലോ. കാരണം സ്വർഗത്തിൽ ദുർനടപ്പും അശുദ്ധിയും ദുർരാഗവും ദുർമോഹവും ഒന്നും ഇല്ലല്ലോ. പിന്നെ എന്താ ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? ഹലോ, ലിസൺ കെയർഫുള്ളി, നല്ലതായിട്ട് ശ്രദ്ധിക്കേ. ഈ വാക്യം തുടങ്ങുന്ന എങ്ങനെയാന്ന് നോക്കിക്കേ. 3:1 തുടങ്ങി. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത്. ഈ 3-ാം അധ്യായം തുടങ്ങുമ്പോഴേ പറയുന്നു നിങ്ങൾ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഒടുക്കമല്ല ഉയർത്തെഴുന്നേൽപ്പ്. യേശുവിനെ വിശ്വസിച്ചപ്പോ നിങ്ങൾ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് തുടങ്ങിയതാണ് ഈ ക്രിസ്തീയ ജീവിതം. ഹലോ, അതാ എഫേസ്യ ലേഖനം 2:6 പറയുന്നത്, വരും കാലഘട്ടങ്ങളിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണിക്കേണ്ടതിന് നമ്മെ യേശുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യും എന്നല്ല, ചെയ്തു എന്നാ. ഓ ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാ മനസ്സിലാവും. നിങ്ങളും ഞാനും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. യേശുവേന്ന് വിളിച്ചപ്പം ഹല്ലേലൂയ, യേശുവിനോടൊപ്പം നിങ്ങളെയും എന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആത്മാവിൽ നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തി, ശരീരത്തിൽ നിങ്ങളെ ഭൂമിയിൽ വിട്ടു. എന്തിനാണെന്നറിയോ? ഈ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ വിട്ട ജീവിതത്തിലാ നിങ്ങൾ ഇപ്പോ ആയിരിക്കുന്നേ. എന്നിട്ട് പറയാ, നിങ്ങളിൽ ഇപ്പൊ വെളിപ്പെട്ടിരിക്കുന്ന ജീവൻ ഏത് ജീവനാന്നറിയാമോ? യേശുവിന്റെ ജീവനാ. നിങ്ങൾ യേശുവിനോടൊപ്പം വെളിപ്പെട്ട ജീവനായത്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു. ഒന്ന് പറഞ്ഞേ, എന്റെ ജീവനായ ക്രിസ്തു. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, 2 കരമുയർത്തി ഒന്ന് പറഞ്ഞേ സഹോദരങ്ങളെ, എന്റെ ജീവനായ ക്രിസ്തു. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്റെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അങ്ങനെ വെളിപ്പെട്ടു തുടങ്ങിയ ജീവിതമാ ഇപ്പൊ ജീവിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. തേജസ്സിൽ ജീവിച്ച ജീവിതം, തേജസ്സിൽ വാഴുന്ന ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ടാ ഈ പുതിയ നിയമ ശുശ്രൂഷയിൽ തേജസ്സിന്മേൽ തേജസ് നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞത്. തേജസ്സിൽ വന്ന നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുമെന്ന് പറഞ്ഞത്. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയ പഴയ നിയമ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതത്രേ. ആ തേജസ് ഉള്ളത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം തേജസ് ഇല്ലാത്തതായി. എന്നാൽ ഇതിന്റെ തേജസ്സിന് മുമ്പിൽ നിൽപ്പാൻ അതിന്റെ തേജസ്സിന് കഴിഞ്ഞില്ല. ഏതായി തേജസ്? പുതിയ നിയമത്തിൽ യേശുവേ എന്ന് വിളിച്ചപ്പം അകൃത്യത്തിലും പാപത്തിലും മരിച്ചു കിടന്ന നിങ്ങളെയും എന്നെ ഉയർപ്പിക്കാൻ എന്നിലും നിങ്ങളിലും വന്നു ചേർന്ന ഒരു ജീവൻ, ആ ജീവനാൽ തുടങ്ങിയ ഈ ജീവിതം തേജസ്സിലുള്ള ജീവിതമാണ്. ഇതിന്റെ ഒടുക്കം തേജസ്കരണമല്ല, തേജസ്കരിക്കപ്പെട്ട് തുടങ്ങിയതാണ് ഈ ജീവിതം. ഹല്ലേലൂയ. വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അവൻ ഹല്ലേലൂയ. വാക്യം എത്ര പേരുടെ ഉള്ളിലുണ്ട്? അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിക്കും എന്നല്ല, തേജസ്കരിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. മുന്നറിഞ്ഞു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. ഇത് മൂന്നും യേശുവിൽ സംഭവിച്ചതാ. He has predestined us and he has sanctified us in Christ Jesus. ഇപ്പം അവസാനം പറയുകയാണ്, he has glorified us. നമ്മെ അവൻ മഹത്വീകരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയോ? പുത്രനിലൂടെ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, 3:3 ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവനായ വായിച്ചു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ. എനിക്ക് വാക്യം വായിക്കേ. നിങ്ങൾ മരിച്ചു.
ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്കും എനിക്ക് സംഭവിച്ച കാര്യം ഇതാ. അകൃത്യങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്നു നാം. എന്നാൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളിൽ വേറൊരു മരണം വന്നു കയറി. ഏതാണെന്നറിയോ? പാപസംബന്ധമായ മരണം. വേറൊരു ജീവൻ നിങ്ങളിൽ വന്നു കയറി. ഏതാണെന്നറിയോ? ദൈവസംബന്ധമായ ജീവൻ. പാപത്തിന് നിങ്ങൾ മരിച്ചു, ദൈവത്തിന് നിങ്ങൾ ജീവിച്ചു. ദൈവത്തിന് നിങ്ങൾ ജീവിച്ചത് ദൈവത്തിന്റെ ജീവനാലാ. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ ജീവനാൽ ദൈവത്തിന് നിങ്ങൾ ജീവിച്ചു. എന്നിട്ട് വചനം പറയാം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവൻ. ഇനി അടുത്ത നോക്കിയേ, നിങ്ങൾ മരിച്ചു. നല്ല രസമാണ്. നിങ്ങൾ മരിച്ചു, ഇംഗ്ലീഷിൽ അതിലും ബ്യൂട്ടിഫുൾ അത്. പക്ഷേ മലയാളത്തിൽ ഇപ്പൊ പറയാം, ഞാൻ വായിച്ചു അത്. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ. ആദ്യം പറഞ്ഞു നിങ്ങൾ. ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ. ഓക്കെ, നിങ്ങൾ മരിച്ചു. എന്റെ കൂടെ പറഞ്ഞേ, നിങ്ങൾ മരിച്ചു. അടുത്തത്, നിങ്ങളുടെ ജീവൻ. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിലായി. ഇനി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. അടുത്തത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ. പറയാ, നിങ്ങളുടെ ജീവൻ എന്നല്ല, നമ്മുടെ ജീവനായ ക്രിസ്തു. നിങ്ങളുടെ ജീവന് ഒരു പേഴ്സണാലിറ്റി വന്നു. നമ്മുടെ ജീവന് ക്രിസ്തു എന്ന പേര് വന്നു. നമ്മുടെ ജീവൻ ക്രിസ്തു മുഖാന്തരമായി വന്നു. ഓ, ഹല്ലേലൂയ. ഏകൻ നിമിത്തം മരണം വന്നു, ഏകൻ നിമിത്തം ജീവൻ വന്നു. ആദം എന്ന ഏകൻ നിമിത്തം മരണം വന്നു, യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവൻ വന്നു. ആദത്തിൽ വീണു, യേശുവിൽ വാണു. Come on. ഓ, ഹല്ലേലൂയ. ആദത്തിൽ മരിച്ചു, യേശുവിൽ ജീവിച്ചു. ഹല്ലേലൂയ. ആദത്തിന്റെ മരണം, ഹല്ലേലൂയ. ആദത്തിൽ മരണം സംഭവിച്ചപ്പം പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. എന്നാൽ യേശുവിന്റെ ജീവൻ വന്നപ്പം പ്രസാദിച്ചിരിക്കുന്നു എന്ന അറിവ് കിട്ടി. അവിടെ തുടങ്ങിയ ആരാധന, അവിടെ തുടങ്ങിയ ആരാധന. ഇന്ന് ആടിനെയും മാടിനെയും കൊണ്ട് വന്നിട്ടില്ല. പശുവിനെ കൊണ്ട് വല്ലതും വന്നവരുണ്ടേ? ഒന്ന് കൈപോക്കണേ. കാളക്കുട്ടിയും പ്രാവും ഒന്നും ആരുടെയും കയ്യിലില്ല. ഹല്ലേലൂയ. എന്നാ കാര്യമെന്നറിയോ? പുതിയ നിയമ ആരാധന ആടിനെയും കൊണ്ട് വരുന്ന ആരാധനയല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ സാൽമയിലെ മീറ്റിംഗ് കൂടാൻ വേണ്ടി വന്നിരിക്കുക. തൊട്ടുപുറകിൽ ഒരു ലോറിയൽ ആളാം പ്രതി ഓരോ പശുവും ഓരോ ആടും. ഈ വലിയ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലെല്ലാം പശുവിനെ കെട്ടിയിരിക്കുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിയേ. ഓരോരുത്തരുടെ പേരടിച്ച്, സജുവിൻ്റെ മാട്, ജെയ്സന്റെ ആട്, ആടിൻ്റെ കരച്ചിലും എല്ലാം കൂടി ആയിട്ടുള്ള അന്തരീക്ഷം. ഇതല്ല ഇന്ന് ആരാധന. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിങ്ങളൊന്നും കൊണ്ടുവരണ്ട. ഇന്ന് നിങ്ങളെങ്ങ് കൊണ്ടുവന്നാൽ മതി. കാരണം അന്ന് ആടിലാ ജീവൻ, ഇന്ന് നിങ്ങളിലാ ജീവൻ. അന്ന് തടിപ്പിച്ച മൃഗത്തിലാ ജീവൻ, ഇന്ന് നിങ്ങളിലാ ജീവൻ. Come on, let us celebrate the life of Christ which we receive in our heart. നമ്മുടെ ഹൃദയങ്ങളിൽ നാം സ്വീകരിച്ച യേശുവിന്റെ ജീവനായിട്ട് കരമടിച്ചുകൊണ്ട് അവനെ ഒന്ന് ആരാധിക്കാം. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. What is real acceptable worship to God? എന്താണ് ദൈവപ്രസാദമുള്ള ആരാധന? ദൈവപ്രസാദമുള്ള ആരാധന ഇതാണ്. ദൈവീക ജീവൻ പ്രാപിച്ച് ആ ദൈവീക ജീവൻ തന്നതിന് നന്ദി പറഞ്ഞ് എന്നെ അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ ആരാധന. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ജീവൻ എൻ്റെ മേൽ തന്നതുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് യഥാർത്ഥ ആരാധന കഴിക്കുകയാണ്. എത്ര പേര് അങ്ങനെ ആരാധിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്? ഹല്ലേലൂയ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, യേശുവേ, യേശുവേ. ഉറക്കെ പറ, യേശുവേ, ഈശോയേ. ഞാൻ അകൃത്യത്തിലും പാപത്തിലും മരിച്ചവനായിരുന്നു, എനിക്ക് ജീവനില്ലായിരുന്നു. എന്നാൽ എൻ്റെ ജീവനായി യേശു വെളിപ്പെട്ടപ്പോൾ ആ യേശുവിൻ്റെ ജീവനാൽ ഞാൻ ജീവിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് ആ ജീവൻ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ആ തിരിച്ചറിവോടെ ആ ജീവനിൽ നിന്നോണ്ട് അങ്ങേ ആരാധിക്കാൻ വരികയാണ്. കർത്താവേ, ആ ജീവന്റെ സമൃദ്ധി എന്നിൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് പറഞ്ഞോ, നിങ്ങൾ ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കാൻ തുടങ്ങും. കമോൺ. യേശുവേ, ഹല്ലേലൂയ. എന്താണെന്നറിയോ? ഉണ്ടെന്നറിയാതെ അതിന്റെ അബണ്ടൻസ് ഉണ്ടാവുകയില്ല, അതിന്റെ വർധന ഉണ്ടാകുകയില്ല. നിങ്ങൾ ഈ ജീവൻ ഉണ്ടെന്നറിയാതെ ജീവന്റെ പുതുക്കത്തിൽ നിങ്ങൾ വാഴുകയില്ല. ഹലോ, നിങ്ങൾ ഈ ജീവൻ ഉണ്ടെന്നറിയാതെ ഈ ജീവന്റെ വർധനവ് നിങ്ങളിൽ ഉണ്ടാകുകയില്ല. ഉണ്ടെന്ന് പറയാത്തത്രയും കാലം ഉണ്ടാകുകയില്ല.
ലോകത്തിന്റെ പ്രിൻസിപ്പിൾ എന്തെന്നറിയോ? ഇല്ലെന്ന് പറഞ്ഞ ഉള്ളത് തന്നേച്ചു പോകും. പക്ഷെ ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്നറിയോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഉള്ളതും കൂടി എടുത്തോണ്ട് പോകും. കാരണം ഇല്ലെന്ന് പറയുന്നവൻ കള്ളവാ പറയുന്നേ. കൊടുത്തേച്ചിട്ടാ നിങ്ങളുടെ അടുക്ക ചോദിക്കാൻ വന്നേ ഉണ്ടോന്ന്. ഹല്ലേലൂയ. എന്നാൽ തിരിച്ചറിവിന്റെ ഒരു ആരാധന ഇവിടുന്ന് ഉയരട്ടെ. ആര് തിരിച്ചറിവോടെ കർത്താവിനെ ആരാധിക്കും? കർത്താവേ, അവിടുത്തെ ജീവൻ എനിക്ക് തന്നുകൊണ്ട് ആ ജീവനിൽ നിന്നുകൊണ്ട് ആരാധന. അവിടുത്തെ ശക്തി എനിക്ക് തന്നുകൊണ്ട് ആ ശക്തി നിന്നുകൊണ്ട് ആരാധന. അവിടുത്തെ ബലം എനിക്ക് തന്നുകൊണ്ട് ആ ബലത്തിൽ നിന്നുകൊണ്ട് ആരാധന. സഹോദരന്മാരെ, വിളി കേൾക്കണം. സഹോദരന്മാരെ, മിണ്ടുന്നില്ലല്ലോ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയം അറിഞ്ഞിട്ടാട്ടോ ഇത് പറയുന്നേ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹൃദയം അറിഞ്ഞ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ ഇത്രയും നാളും ഈ തിരിച്ചറിവോടെ ഇല്ലാതെ ആരാധിച്ചെങ്കിൽ ഇന്ന് ഈ തിരിച്ചറിവോടെ ആരാധിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഏത് തിരിച്ചറിവോടെയാണെന്നറിയോ? നന്മയും പൂർണ്ണതയും ദൈവത്തിന് പ്രസാദവും ഉള്ളതാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്നു. ഇതിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക. നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും കിടക്കുന്ന ദൈവം എൻ്റെ പ്രസാദിക്കുവോ, ദൈവത്തിൻ്റെ നന്മ എനിക്ക്, അയ്യോ അല്ല, നിങ്ങൾ കിട്ടിക്കഴിഞ്ഞു എന്ന അറിവിലേക്ക് നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്യുക. എന്റെ ദൈവമേ, എന്നെ ജീവിപ്പിക്കണേന്ന് പറയാതെ എന്നിൽ തന്ന ജീവന് നന്ദി എന്ന് പറ. കരവാട്ടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. എന്നിൽ തന്ന ജീവന് നന്ദി എന്ന് പറ. ഓ, ആ ആരാധന ഇവിടെ തുടങ്ങുന്നു കേട്ടോ. ആ ആരാധന ഇവിടെ തുടങ്ങുന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം, ഇന്ന് നിങ്ങളിൽ ആ ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഈ ജീവനിൽ നിങ്ങൾ വാഴും. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിലെ ആ വാക്യം എന്നോട് ചേർന്നൊന്ന് പറയുവാൻ താല്പര്യമുള്ളവരോട് പറഞ്ഞേ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെയും കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. കണ്ടോ, നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. 8-ൽ പറഞ്ഞു നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. 12 പറഞ്ഞു ജീവിപ്പിച്ചത് കൊണ്ട് കൊണ്ടുവാ. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 8-ൽ പറഞ്ഞു ജീവിപ്പിക്കും. 12 പറഞ്ഞു ജീവിപ്പിച്ചുകൊണ്ട് ആ ജീവിപ്പിച്ചത് കൊണ്ടൊന്ന് വാ, അതാ എനിക്ക് പ്രസാദം. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ പറയാം. 8-ന്റെ 10-ൽ പറഞ്ഞു. 8-ന്റെ 10 11 വായിച്ചു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളിൽ വസിക്കുന്ന, ലിസൺ കെയർഫുള്ളി, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ഒന്ന് തൊട്ടിട്ട് പറഞ്ഞേ, മർത്യ ശരീരം കൊണ്ടുവന്നില്ലേ? തൊട്ടു. മർത്യ ശരീരം ഒന്ന് പറഞ്ഞേ, മർത്യ ശരീരം ഇതിനെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. എങ്ങനെ? ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി വ്യാപരിച്ചപ്പോ. എപ്പോഴാ ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി വ്യാപരിച്ച്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോ ഉയർത്തെഴുന്നേറ്റവനെയാ നിങ്ങൾ കൈക്കൊണ്ടത്. നിങ്ങൾ വ്യാപരിക്കുന്ന ഉയർത്തെഴുന്നേൽക്കുന്നവന്റെ ശക്തിയാണ്. എന്നിട്ട് പറയാ നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. എന്നിട്ട് പറയാ 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു ജീവിപ്പിക്കും. 12-ന്റെ 2 പറയാ ജീവിപ്പിച്ചത് കൊണ്ട് ജീവനും വിശുദ്ധി. അതിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. ആദ്യത്തെ ഒന്ന് ചേർന്ന് പറഞ്ഞു, ജീവനുള്ള ആരാധന. ജീവനോടെ ആരാധന. യേശുവിന്റെ ജീവനെയും കൊണ്ട് യേശുവിനെ ആരാധിക്കുക. ഒന്ന് പറഞ്ഞേ, യേശുവിന്റെ ജീവൻ സ്വീകരിച്ച്, ചേർന്ന് കരമുയർത്തി പറഞ്ഞാട്ടെ, യേശുവിന്റെ ജീവനെ സ്വീകരിച്ചോണ്ട് യേശുവിനെ ആരാധിക്കുക. ഒന്നുകൂടെ പറഞ്ഞു, യേശുവിന്റെ ജീവനെ സ്വീകരിച്ചോണ്ട് യേശുവിനെ ആരാധിക്കുക. എത്ര പേര് ഈ ആരാധനയ്ക്ക് തയ്യാറാണ്? എനിക്ക് ഉറപ്പാണ്. ഞാൻ ഈ പറയുന്ന ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടോ. ഈ ജീവനിൽ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയാൽ, ഹല്ലേലൂയ, ഇതിൻ്റെ അബണ്ടൻസ്, ഇതിൻ്റെ ധാരാളിത്തം, ഈ ജീവൻ്റെ അകത്തുള്ള വർധനവ്, അബണ്ടൻസ് ഓഫ് ഹിസ് ലൈഫ്, is going to overflow through you. നിങ്ങളിലൂടെ ഇത് കവിഞ്ഞൊഴുകുവാൻ പോകുകയാണ്. ഈ ജീവൻ നിങ്ങളിലൂടെ കവിഞ്ഞൊഴുകുവാൻ പോകുകയാണ്. ആർ യു റെഡി, പീപ്പിൾ ഓഫ് ഗാഡ്? എത്ര പേര് തയ്യാറാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ആ ജീവൻ കവിഞ്ഞൊഴുകുവാൻ പോകുകയാണ്. ഏത് ജീവനാണെന്നറിയാമോ? യേശുവിൻ്റെ ജീവൻ. യേശുവിൻ്റെ ജീവൻ. ഒന്ന് വായി തുറന്ന് പറഞ്ഞു, യേശുവിൻ്റെ ജീവൻ. ഉറക്കെ പറ, വായി തുറന്ന് പറ, യേശുവിൻ്റെ ജീവൻ. ഹല്ലേലൂയ. ഒരു നിമിഷം ഇതും കൂടെ ഒന്ന് കേട്ടെ.
ഞാൻ ഈ പറയുന്നതും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് ഈ വചനത്തിൻ്റെ ആ നിറവിൽ നിന്നുകൊണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പോവുകയാണ്. ഇതും കൂടെ ഒന്ന് കേട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് എന്നിലുള്ള ജീവൻ അങ്ങയുടെ ജീവനാണ്. ഞാൻ എന്തോ ചെയ്താലും ആ ജീവനിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അകൃത്യത്തിലും പാപത്തിലും മരിച്ചവനായിരുന്നു, എന്നിൽ ജീവനില്ലായിരുന്നു. പക്ഷെ ഇന്ന് എന്നിൽ വന്നിരിക്കുന്ന ഈ ജീവൻ എൻ്റേതല്ല, എന്നിൽ വന്ന ജീവനാണ്. എന്നിലുള്ള ജീവനല്ല, എന്നിൽ വന്ന ജീവനാണ്. ഈ ജീവനിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പർവ്വത സമാനമായ വിഷയത്തെ നോക്കിയിട്ട് പറ, എൻ്റെ ജീവനെ കൊണ്ട് ഇതിനെ അഭിമുഖീകരിച്ച് തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാൽ എന്നിൽ വന്നിരിക്കുന്ന ജീവനാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എത്ര പേര് ഇത് പറഞ്ഞു സ്വീകരിക്കുന്നു എനിക്കറിയത്തില്ല. അത് വേണ്ടിവർ സ്വീകരിച്ചു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നിൽ വന്ന ജീവൻ മുഖാന്തരം. പറഞ്ഞു എന്നിൽ വന്ന ജീവൻ മുഖാന്തരം. Through the life which I receive in us, എന്നിൽ ഞാൻ സ്വീകരിച്ച ഈ ജീവൻ മുഖാന്തരം. പറഞ്ഞു എന്നിൽ ഞാൻ സ്വീകരിച്ച ഈ ജീവൻ മുഖാന്തരം. ഇന്ന് നിങ്ങളെ നേരിട്ട് പരാജയപ്പെടുത്തും എന്ന് പറയുന്ന ആ വിഷയത്തോട് പറ, നിന്റെ നേരെ ഞാൻ വരുന്നത് എൻ്റെ ജീവനും കൊണ്ടല്ല, എന്നിൽ വന്നവന്റെ ജീവനും കൊണ്ടാ. എന്നിൽ വന്നവന്റെ ജീവനും കൊണ്ടാ. ഈ ജീവനെ ഒതുക്കുവാൻ ആർക്കും കഴിയുകയില്ല. പുറത്തുള്ള ഒരു പ്രശ്നങ്ങൾക്കും അകത്തുള്ള ഈ ജീവനെ തൊടാൻ കഴിയുകയില്ല. കാരണം പുറത്തെ പ്രശ്നങ്ങളുടെ മേൽ കേറി വാഴുന്ന ജീവനായി. കരമടിച്ച് ഇപ്പോൾ തന്നെ ആ ജീവന് നന്ദി പറയാൻ തുടങ്ങിക്കോ. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുക. വിശ്വാസത്താൽ സ്വീകരിക്കുക. ജീവനിൽ വാഴുക. Come on. ജീസസ്, ഹല്ലേലൂയ. ഒരൊറ്റ മുതൽ കർത്താവേ, കുവൈറ്റിൽ സാൽമിയിൽ ഞാൻ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ 7 വൻകരകളിലേക്കും മനുഷ്യ പാർപ്പുള്ള സ്ഥല ഇടങ്ങളിലേക്കും എല്ലാ ടൈം സോണുകളിലേക്കും ഈ വചനത്തിന്റെ ശക്തി തുളച്ചു കയറട്ടെ. ഈ വചനത്തിനകത്തുള്ള ജീവൻ വ്യാപരിച്ചു തുടങ്ങട്ടെ. ജീവൻ ലഭിച്ചവരുടെ ആരാധന ഉയരട്ടെ. ചത്തവരുടെ ആരാധനയല്ല, മരിച്ചവരുടെ ആരാധനയിലല്ല, ജീവനുള്ളവരുടെ ആരാധന, ജീവിപ്പിച്ചവരുടെ ആരാധന, ദൈവിക ജീവൻ വന്നവരുടെ ആരാധന, യേശു ജീവിപ്പിച്ചു എന്ന അറിവോടെ യേശുവിനെ ആരാധിക്കുന്നവരുടെ ആരാധന. I worship my Jesus from the life which I receive. ഞാൻ സ്വീകരിച്ച ജീവനിൽ നിന്നോണ്ടാ ഞാൻ യേശുവിനെ ആരാധിക്കുന്നത്. What a Christian life is this. What a glorious life is this. Hallelujah. ജീവനിൽ നിന്നോണ്ട് ആരാധന. എന്നോട് ചേർന്നൊന്ന് പാടാം. ജീവനിൽ നിന്നോണ്ട് ആരാധന, ജീവനിൽ നിന്നോണ്ട് ആരാധന. ഹല്ലേലൂയ. ജീവനെ സ്വീകരിച്ചുകൊണ്ടുള്ള ആരാധന തുടങ്ങി. Receive the life, then start your worshiping. ആ ജീവനെ സ്വീകരിച്ചുകൊണ്ടുള്ള ആരാധന ഒന്ന് തുടങ്ങുക. ഹല്ലേലൂയ. കർത്താവേ, ജേസനെ ഞാൻ ഈ പറയുന്ന വേർഡ് മനസ്സിലാവുന്നുണ്ട്. How you understand? എങ്ങനെ മനസ്സിലാവുന്നു ഒന്ന് പറഞ്ഞേ. കാരണം സാധാരണക്കാർക്ക് അത് എങ്ങനെ മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയാ. എങ്ങനെയാ ഇതിനെ മനസ്സിലാക്കുന്നത്? ഈ നമ്മളിൽ ഒരു ജീവൻ വന്ന് കയറിയിരിക്കുന്നു. ആ ജീവനും കൊണ്ട് നമ്മളെ സമർപ്പിക്കാനാണ് പറയുന്നത്. ഉദാഹരണം പറയാം. It's an iPad. ഇതിനകത്ത് ഞാനൊരു സംഭവം തന്നിരിക്കുന്നു. ഓക്കെ, ദൈവം പറയാണ് ഇതിനകത്ത് ഞാനൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ആ ഇൻസ്റ്റാൾ ചെയ്തു എന്ന അറിവോടെ അതിങ്ങോട്ട് കൊണ്ടുവരുവീൻ. ഇതിനകത്ത് അതുണ്ട് എന്ന അറിവോടെ എന്റെ അടുത്തോട്ട് കൊണ്ടുവരുവീൻ. This is what മനസ്സിലാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത്. ഞാൻ ഇതിനകത്ത് അത് ഇട്ടിരിക്കുന്നു. ഇത് വേണ്ട, ഇതിനെ പിടിക്കാം. ഇതിനകത്ത് ഇത് ഇട്ടിരിക്കുന്നു. ഒന്ന് പറഞ്ഞു, ഇതിനകത്ത് അത് ഇട്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ അത് ഇട്ടിരിക്കുന്നു. എന്റെ ജീവനെ ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നു. ഈ ജീവനും കൊണ്ട് എന്നെ അടുത്തോട്ട് വാ, എന്നിട്ട് എന്നെ ഒന്ന് ആരാധിക്കേ. ഹല്ലേലൂയ. ഈ ജീവനിൽ നിന്നുള്ള ആരാധന കൊണ്ടുവാ. സഹോദരന്മാരെ, കർത്താവിന്റെ മനസ്സറിവിൽ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനും ജീവനെ പ്രാപിക്കാൻ വേണ്ടി ആരാധിച്ചേനെ.
കർത്താവിന്റെ മനസ്സറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഇത് ജീവനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള പരിപാടിയല്ല. കിട്ടും ലോട്ടറി കച്ചവടം അല്ല ആരാധന. ദൈവമക്കളെ, നാളെയാണ് നിങ്ങളുടെ വിടുതൽ, കരമടിച്ചു, ഇതല്ല ആരാധന. 2015 7-ാം മാസമാണ് നിങ്ങളുടെ വിടുതൽ. നോ, ആടിനെ രാവിലെ കാണിച്ചോണ്ട് നയിക്കുന്നതല്ല ആരാധന. ഇപ്പൊ തരാം വാ. നാളെ നീള ഇതല്ല ആരാധന. Come on. Real worship, യഥാർത്ഥ ആരാധന, തന്നതിനുള്ള നന്ദി പറച്ചില്ല. ഓ ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? സകലവും നൽകിയിരിക്കുന്നു എന്ന അറിവുണ്ടെങ്കിൽ ആ അറിവിൽ നിന്നുകൊണ്ട് ആരാധിക്ക്. എനിക്ക് തന്ന ജീവനിൽ നിന്നുകൊണ്ട് ആരാധന. ഓ ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഈ ജീവൻ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന അറിവോടെ present yourself, submit yourself as a well pleased and acceptable sacrifice, acceptable living sacrifice. ഞാൻ അക്സെപ്റ്റ് ചെയ്ത, എനിക്ക് അക്സെപ്റ്റബിൾ ആയ യാഗമായിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. What a position is this? Come on people of God. തുടങ്ങിക്കോ. Hallelujah. Thank you Jesus. Hallelujah. എത്ര പേര് അത് വിശ്വസിക്കുന്നു? Hallelujah. ഇപ്പോൾ തന്നെ ആ ജീവനെ ഒന്ന് സ്വീകരിച്ചേ. എവിടെയാണ് നിങ്ങൾക്ക് ആ ജീവൻ വേണ്ടത്? ചത്ത കണ്ണായിരിക്കാം ഈ കണ്ണിലിരിക്കുന്നത്. കണ്ണിന്റെ ഭാഗത്തിരിക്കുന്ന ചത്ത കണ്ണായിരിക്കാം. വെറുതെ ആദ്യമായിട്ടൊന്നും വരുന്നവർക്ക് വിശ്വാസം പോലും ചിലപ്പോൾ കാണുകയല്ല. ചുമ്മാ നോക്കാൻ വേണ്ടി നിങ്ങളുടെ ആ കൈയെടുത്ത കണ്ണിനോടൊന്ന് വെച്ചു നോക്കി. ഇപ്പൊ ആ കണ്ണ് ജീവൻ പ്രാപിക്കും. ബ്രദറെ, എന്റെ കണ്ണിന്റെ ഞരമ്പുകൾ ചത്തിരിക്കുക. എന്റെ കണ്ണിന് ജീവനില്ല. പക്ഷെ ഈ ജീവൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ കണ്ണിൽ അത് വ്യാപരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവര് കണ്ണിന് സൗഖ്യം വേണ്ടവര്, അങ്ങനെ ഉദാഹരണം പറഞ്ഞാണെങ്കിൽ ഇപ്പൊ ആദ്യം അവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യാം. കണ്ണിന് സൗഖ്യം വേണ്ടിയവര്, കണ്ണിന്റെ ഞരമ്പുകൾ മരിച്ചവര്, വിശ്വാസത്താൽ നിങ്ങളുടെ ആ മരവിച്ച കണ്ണിലേക്ക് നിങ്ങളുടെ കൈ എടുത്തു വെച്ച് എന്നിട്ട് എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, ഞാൻ സ്വീകരിച്ച ജീവനും കൊണ്ട് പറയുക, ഞാൻ സ്വീകരിച്ച ജീവനും കൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്റെ കാഴ്ച ഞാൻ ഏറ്റെടുക്കുന്നു. പറയുക, വിളിച്ചു പറയുക, ഞാൻ സ്വീകരിച്ച ജീവനിൽ കാഴ്ചയുള്ളത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ എന്റെ കാഴ്ച ഞാൻ ഏറ്റെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാകുന്നു. വിളിച്ചു പറയുക, ഞാൻ സൗഖ്യമാകുന്നു. വിളിച്ചു പറയുക, ഞാൻ സൗഖ്യമാകുന്നു. കണ്ണിന്റെ മെഴുത്ത പാടകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഞരമ്പുകൾക്ക് ക്ഷയം സംഭവിച്ചവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. കണ്ണിലുള്ള ഇറിറ്റേഷനുകൾ സൗഖ്യമാകുന്നു. ബ്ലൈൻഡ് ആയിരിക്കുന്നവരും ബ്ലറായി കണ്ണ് കാണുന്നവരും സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഞരമ്പുകൾക്ക് തകരാറുള്ള ആരാ ഇവിടെ വന്നിട്ടുള്ള? കൈ ഒന്ന് ഉയർത്തിക്കുക. കണ്ണിന്റെ ഞരമ്പുകൾക്ക് സിസ്റ്റർ എഴുന്നേറ്റു. ഓ മകളെ സ്വീകരിക്കുക. ഞാൻ പറയാം, നിങ്ങളുടെ വലത്തെ കണ്ണിലാണ് ആ പ്രശ്നം. റൈറ്റ് എന്ന് പറഞ്ഞ വലത്തെന്ന മലയാളത്തിൽ. You can follow Malayalam, right? Yeah. It's your time. Receive your miracle. You can see the power of God. The life of God is coming. എങ്ങനെ സംഭവിച്ചത്? എന്നെ പറ്റിയതാ? Over a night. Over a night I just went for an examination. So that day I had this irritation. So when I came back, then I went to hospital thinking that's a pimple on my eye. And then they said that I was blind. They made... Oh, you're blind. But you're going to see right now. In the name of Jesus. Receive his life. Nothing else. Nothing else. Nothing else. Father, in the name of Jesus. Thank you for touching
your daughter. Glorify your name. I cannot heal him. I cannot heal her. But you can. We accept again and again your Lordship, God. Thank you. Thank you for touching your daughter. Glorify your name. In Jesus' name. Amen. You have life and life in abundance. Now you can see. Check your eyes. Check your eyes now. Close this one. Close this one. Count this. 1, 2, 3, 4, 5. Give glory to Jesus. Oh, power of, what's your name? Leah. You are Leah. Praise God, Leah. You are wonderful. Give glory to Jesus. Go your way. Enjoy your life. Power of God is moving. Power of God is moving. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ടൊന്നും വരുന്നവർക്ക് വിശ്വാസം പോലും കാണത്തില്ല. സാരമില്ല. ഗലീല കടപ്പുറത്തോട് നടന്നവനെ വിളിച്ചിട്ട് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്നാ വിശ്വാസം ഉണ്ടായില്ല. ഞാൻ അറിയുന്ന യേശു ഒത്തിരി സിമ്പിളാ. ഓ, എന്നോട് കർത്താവ് പറയുന്നു, ബ്ലൈൻഡ് ആയതിനെ ഞാൻ തുറക്കുകയാണ്. ജന്മനം കുരുട്ട് കണ്ണുകളായതിനെ യേശു തുറക്കുന്നു. ഈ ദിവസങ്ങളിൽ മിറക്കിൾസ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഞങ്ങൾ UK-യിലായിരുന്നു. ഓ മൈ ഗോഡ്, മിറക്കിൾസ്, അത്ഭുതങ്ങൾ. അതിന് മുമ്പിലത്തെ ആഴ്ച ഞങ്ങൾ ന്യൂസിലാൻഡിൽ മീറ്റിംഗിലായിരുന്നു. ഓ മൈ ഗോഡ്, ന്യൂസിലാൻഡിലെ മീറ്റിംഗ് നടക്കുന്ന തന്നെ കാര്യം ഒരു നേഴ്സിനുണ്ടായ സൗഖ്യമാ. എറണാകുളത്ത് നിങ്ങളുടെ നാട്ടില് യാദർശികമായിട്ട് അവള് ടോൾ ജംഗ്ഷൻ പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ കണ്ടു. യൂട്യൂബിലെ മീറ്റിംഗ് കാണുന്നവരാ. അപ്പം 3 വയസ്സുള്ളപ്പം കണ്ണിന് നെർവ്സ് കംപ്ലൈന്റ് ആയിട്ട് ബ്ലൈൻഡ് ആയതാ. സോ മെഡിക്കൽ റെക്കോർഡുകളിലെല്ലാം ജോലിക്കും പഠിക്കാൻ പോയിടത്തെല്ലാം പാർഷ്യൽ ബ്ലൈൻഡ് ആണ് ആള്. ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ, മറ്റേ കണ്ണിനെ കാഴ്ചയില്ല. പോസ്റ്റർ കണ്ട് ചുമ്മാ പാലാരിവട്ടത്തെ മീറ്റിങ്ങിന് വന്നു. കർത്താവ് അങ്ങ് കയറി തൊട്ടു. അവള് കാഴ്ച പ്രാപിച്ചു. ഓഫീസ് നമ്പറിൽ 1 മാസത്തിന് ശേഷം കണ്ടിന്യൂസ് കോള് വരുന്നു. ഞങ്ങൾ ചോദിച്ചത് ആരായി വിളിക്കുന്നത്, നമുക്കറിയില്ല. അർജന്റായിട്ട് ഇവിടെ മീറ്റിംഗ് വരണം. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കണ്ടത് അവൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ മുഴുവൻ പേര് മീറ്റിങ്ങിന് വന്നിരിക്കുന്നു. വേറെ ഒന്നുമല്ല, കാരണം ഇവളുടെ വലത്തെ സൈഡിൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരുന്നു. ആ സമയത്ത് ഇവൾക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് എപ്പോഴും ഇവളെ കാണിക്കാതെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വലത്തെ ഭാഗത്ത് നിന്ന് ചെയ്യിക്കുമായിരുന്നു. ഓ മൈ ഗോഡ്, ഈ മകളെ സൗഖ്യമായി. ആ ഹോസ്പിറ്റൽ മുഴുവൻ വചനം കേൾക്കുവാനായി ഓടിയെത്തി. സോ റിസീവ് യുവർ മിറക്കിൾ റൈറ്റ് നൗ. ഇനി കാത്തിരിക്കണ്ട. Come on. Receive it right now. ഇപ്പോൾ തന്നെ അത് സ്വീകരിച്ചാട്ടെ. യേശുവേ, എവിടേക്കാ നിങ്ങൾക്ക് ആ ജീവൻ വേണ്ടേ, അവിടേക്ക് നിങ്ങളുടെ കൈവച്ചോ. ഇന്നസ്റ്റ് ആ ലൈഫ് ഇവിടെ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ ലൈഫ് ഇവിടെ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് രോഗസൗഖ്യം വേണ്ടിയവര് വിശ്വാസത്താൽ രോഗമുള്ള ഇടത്തേക്ക് നിങ്ങളുടെ കൈവച്ചിട്ട് വിളിച്ചു പറയുക, ഈ ഭാഗത്തേക്ക് എനിക്ക് ആ ജീവൻ വേണം, ഞാനത് ഏറ്റെടുക്കുന്നു. പറയുക. ഈ ഭാഗത്തേക്ക് എനിക്ക് ആ ജീവൻ വേണം, ഞാനത് ഏറ്റെടുക്കുന്നു. പറയുക, ഈ ഭാഗത്തേക്ക് എനിക്ക്. അങ്ങോട്ട് നോക്ക. ഈ സമയത്ത് കാൽമുട്ടിനകത്ത് കാറ്റ്ലേജ് എന്ന് പറയുന്ന അംശം തേഞ്ഞു തീർന്നിട്ട് വലത്തെ മുട്ടിനും ഇടത്തെ മുട്ടിനും വേദനയായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് മടക്കാൻ പോലും കഴിയാത്ത നിലയില് ആയിരിക്കുന്ന ഒരാളെ കർത്താവ് എനിക്ക് റിവീൽ ചെയ്യുന്നു. കൈയൊന്ന് ഉയർത്തണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. യേശു റിവീൽ. യെസ്. കൊണ്ടുവാ. ഓടിവാ. അതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ആ സഹോദരിയെ വിളിച്ച് അതിനപ്പുറത്തിരിക്കുന്ന സിസ്റ്റർ ഒന്ന് കൈ ഉയർത്തിക്കേ. വൈറ്റ് ഷോളത്തെ ആള് കൈ ഉയർത്തിക്കേ. നിങ്ങളുടെ റൈറ്റ് ഐയിൽ കർത്താവിന്റെ സ്പർശനം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വലത്തെ കണ്ണിൽ യേശുവിന്റെ സ്പർശനം വരുന്നുണ്ട് കേട്ടോ. അവരെയും കൂടി ഇങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോരെ. അമ്മ, യേശു എനിക്ക് വെളിപ്പെടുത്തുന്നു ഇത്. ഞാൻ ചോദിക്കട്ടെ, ഈ കാർട്ടിലേജ് തേഞ്ഞ് തീർന്നിട്ട് ഇങ്ങനെ പോലും മടക്കാൻ കഴിയാത്ത വ്യക്തിയാണോ നീ? എത്ര നാളായിട്ട് ഈ അസ്വസ്ഥതയുണ്ട് നിങ്ങൾക്ക്? More than 8 years. More than 8 years.
I'm a nurse. I'm working with a knee support. You working with the knee support? Knee support. Oh. Yeah. No, cloth it's support. Oh, knee support. It's for last 8 years. Receive your miracle right now. Father God is here. Jesus is here to touch you. Holy Spirit is here to touch you. We receive your anointing. We receive your Lordship. Touch your Lord. Touch. Touch her. She is receiving. ഈ മകൾക്ക് പുതിയ കാർട്ടിലേജുകളെ യേശു സൃഷ്ടിക്കുന്നു. Why Jesus is creating? It's not a miracle, it's a creative miracle. അവരുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ ദൈവശക്തി അടിക്കാൻ പോകുന്നു. അവിടെ രണ്ടുപേരും പിടിച്ചോണേ. അവർക്ക് നിൽക്കാൻ പറ്റാത്ത നിലയിൽ ദൈവശക്തി അവരുടെ ശരീരത്തിലേക്ക് വരാൻ പോകുന്നു. ഹോൾഡർ പിടിച്ചോണം. Touch of Jesus. The power of God to move, to touch. 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 ആ സ്പിരിറ്റ് ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. ആ വേദനകൾ അപ്രത്യക്ഷമാകുന്നു. കാൽവരി ക്രൂശിൽ യേശു എടുത്ത ജയം ഈ മകളുടെ മുട്ടുകളിലേക്ക് വ്യാപരിക്കട്ടെ. ആ സ്പിരിറ്റ് ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. In Jesus' name. യേശു അത് ഈ മകൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കരമടിച്ചൊന്ന് യേശുവിന് മാത്രം. അമ്മ എന്റെ പേര് പറഞ്ഞേ? ആനി. യുവർ ആനി. Now you can check it. പുതിയത് കർത്താവ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു. മടക്കിക്കേ. Wow, praise God. മടക്കിക്കേ. ഇങ്ങനെ പോലും മടക്കാൻ പറ്റില്ലായിരുന്നോ? മടക്കിക്കേ. ഓ താങ്ക് ഗോഡ്. മടക്കിക്കേ. പിന്നെ ചെയ്തേ. ജീസസ്. ആരാ ഇത് ചെയ്തേ? Jesus. Give glory to him. Hallelujah. And you are blessed. Hallelujah. ഓരോ മക്കളും സ്വീകരിച്ചാട്ടെ. എന്താ സിസ്റ്റർ പേര്? കൊച്ചിറാണി. റാണി, നിന്റെ വലത്തെ കണ്ണിനെ യേശു തൊടുന്ന ഞാൻ കാണുന്നു. എന്താണ് നിന്റെ വലത്തെ കണ്ണിന് പ്രശ്നം? എന്നോട് പറയാം, എന്നാലേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. ഓ, എത്ര വർഷം? 6 വർഷം. കർത്താവേ, ഈ വീട്ടിലേക്ക് യേശുവിന്റെ മഹത്വം ഇറങ്ങുന്നു. Glory of God is moving. പല സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. റാണി ഇവിടെ സൗഖ്യം സ്വീകരിക്കുന്നു. ഇവൾക്ക് മാത്രമല്ല, ഇവളുടെ വീട്ടിലും സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവേ എന്ന് വിളിക്കുന്ന അത്രയും പേരും ഇപ്പം ആ ജീവൻ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന സമയമാകയാൽ വായ്കളെ തുറക്കുക. രോഗമുള്ളിടത്ത് കൈവെക്കുക. വിശ്വാസത്താൽ എനിക്കൊരു സൗഖ്യം വേണമെന്ന് പറയുന്നവർ ചാടി എഴുന്നേൽക്കുക. എനിക്കൊരു അത്ഭുതം വേണമെന്ന് പറയുന്നവർ ചാടി എഴുന്നേൽക്കുക. അവർ മാത്രം ചാടി എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കണ്ട. എനിക്കൊരു സൗഖ്യം വേണമെന്ന് പറയുന്നവർ മടിക്കാതെ ചാടി എഴുന്നേൽക്കുക. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയം. This is your moment. എനിക്കിന്നൊരു അത്ഭുതം വേണമെന്ന് പറയുന്നവർ ചാടി എഴുന്നേൽക്കുക. This is your time. Receive your miracle. റാണി സൗഖ്യമാകും. റാണിയെ യേശുനാഥൻ തൊടുന്നു. മകളെ, യേശു നിന്നെ പുതിയതാക്കുന്നു. നിന്റെ സഹോദരനെ യേശു സൗഖ്യമാക്കും. നിന്റെ ബ്രദറിനെ യേശു സൗഖ്യമാക്കും. നിന്റെ ബ്രദറിനും കണ്ണിന് വിഷയമുണ്ട്. ബ്രദറിന്റെ കണ്ണും സൗഖ്യമാകുന്നു. എന്താ ബ്രദറിന്റെ പേര്? തോമാച്ചന് വലത്തെ കണ്ണിന് എന്താ പ്രശ്നം? 2 കണ്ണിനും ഗ്ലോക്കോം. ഓ, തോമാച്ചനും സൗഖ്യമാവുക. കരമടിച്ചോന്ന് യേശുവിനെ. ഇവളുടെ സഹോദരനും ഈ സമയത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു.
ഈ കുടുംബത്തിലേക്ക് വരുന്ന ദൈവമഹത്വത്തിനായിട്ട് കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു. കർത്താവേ, ഈ സമയത്ത് ഈ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാൽ ആ ജീവൻ ഇവർക്ക് വേണ്ടി അയച്ചത് ഇവരുടെ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വന്ന് കയറട്ടെ കർത്താവേ. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരിൽ രോഗസൗഖ്യം പ്രതീക്ഷിക്കുന്നവർ, നിങ്ങൾക്ക് എവിടേക്കാണോ യേശുവിന്റെ ജീവൻ വ്യാപരിക്കേണ്ടത് അവിടേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. നിങ്ങളുടെ രോഗമുള്ള ഇടത്തേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. എന്നിട്ട് പറയുക, വിളിക്കുക, ആ നാമത്തെ വിളിക്കുക, ആ നാമത്തെ വിളിക്കുക. മരവിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. മരവിപ്പുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ചെസ്റ്റ് പെയിനുകൾ റിലീസ് ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെസ്റ്റ് പെയിനുകൾ റിലീസ് ആകട്ടെ. കേൾവികൾ തിരിച്ചു വരട്ടെ. കേൾവികൾ തിരിച്ചു വരട്ടെ. മൈഗ്രെയിൻ ഹെഡേക്കുകൾ വിട്ടുമാറട്ടെ. മൈഗ്രെയിൻ ഹെഡേക്കുകൾ വിട്ടുമാറട്ടെ. ഉദരത്തിലെ അസ്വസ്ഥതകൾ സൗഖ്യമാവട്ടെ. ഉദരാസ്വസ്ഥതകൾ സൗഖ്യമാവട്ടെ. ഇപ്പോൾ തന്നെ ആ മഹത്വം ഓരോ മക്കളുടെ മേലും വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി. തൊടട്ടെ, 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 തൊടട്ടെ. തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൈപ്പോ തൈറോയിഡിസത്തിനെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഹൈപ്പോ തൈറോയിഡിസം സൗഖ്യമാവട്ടെ. തൈറോയിഡിന്റെ വളർച്ചയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവര് സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ അവര് സൗഖ്യമാവട്ടെ. ചെസ്റ്റ് ബ്ലോക്കുകൾക്കെതിരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാവട്ടെ. തലകളിൽ പ്രയാസമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സമൃദ്ധമായ ജീവൻ തലകളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ഓരോ ശരീരങ്ങളുടെ മേലേക്കും അത് വ്യാപരിക്കട്ടെ. കർത്താവിന്റെ സ്പർശനം പല ശരീരങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. കരം ഉയർത്തിക്കൊണ്ടെന്ന് എല്ലാവരും ഒന്ന് യേശുവിനെ സ്തുതിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. തന്റെ ആ കണ്ണാടി വെച്ച് അമ്മ യേശു സൗഖ്യമാക്കുന്നു. അവരെ വിളിച്ചേ. ആ ചേച്ചി, യേശു നിങ്ങളെ തൊടുന്നു, ഇങ്ങോട്ട് വരിക. അതൊരു വലിയ സൗഖ്യമാത്രേ. ആർക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരിക ചേച്ചി. ചേച്ചി എന്താ പേര്? സുസി ചേച്ചി. യേശു കാണിച്ച ഒരു കാഴ്ച ഞാൻ പറയട്ടെ, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാവേ. ചേച്ചി ഇതാണ്ട് ഈ സ്പോട്ടില് ചെവിയുടെ ഇങ്ങോട്ട് നോക്കി, ഞാൻ പറയാം. ചെവിയുടെ പുറകിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു കൈ ഇത് ലെഫ്റ്റ് സൈഡാ അല്ലേ, ഇടത്തെ സൈഡ്. അതായത് ഇങ്ങനെ ഇങ്ങനെ ചേച്ചിക്ക് തൊടുമ്പോൾ അറിയാം. അവിടെ ഇങ്ങനെ തൊടുമ്പോൾ അറിയാം. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ അത് കൂടുതൽ മനസ്സിലാവും. നിസാരം ഒരു ക്ലോത്ത് ഇല്ലേ, ഒരു ഉടുപ്പ് പോലും ഈ ശരീരത്തിൽ ചേർന്നിരുന്നാൽ അസ്വസ്ഥതയാ. എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? Last 2 weeks. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാ സജു ബ്രദറെ ഒരു ഷോള് പോലും സാർ, ഈ ഒരു ഷോൾ ഇട്ടിരിക്കുമ്പോ പോലും അവർക്ക് അവേദനയുണ്ട്. എത്ര നാളായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഇതിനെ? ഓ ഹല്ലേലൂയ. യേശു അതിനെ എടുക്കുക മകളെ, യേശു അതിനെ എടുക്കുക. ഒരു സംശയം വേണ്ട. ആ കൈ എടുത്ത് അങ്ങോട്ടങ്ങ് വെച്ചോ. എന്നിട്ട് അങ്ങോട്ട് പറ, എനിക്ക് വേണ്ടി ഒരു ജീവനുണ്ട്, അത് യേശുവിന്റെ ജീവന്. അതുകൊണ്ട് എനിക്ക് ഈ അസ്വസ്ഥത വേണ്ട. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എന്റെ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. ഈ മകളുടെ മേൽ ജീവൻ അടിക്കുന്നു. Complete healing. Complete healing. Complete healing. In the name of Jesus. Complete healing. Restoration of the complete health in the name of Jesus. Yeah, it's done.
കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ഈ മകൾക്ക് വേണ്ടി യേശു അത് ചെയ്തു കഴിഞ്ഞു. ക്ലോത്ത് അല്ല, കൈ എടുത്ത് ഇവിടെ അടിച്ചു. ഇങ്ങനെ നല്ലോണം അടിച്ചു. അടിച്ചു നോക്കി, ഇങ്ങനെ അടിച്ചു. കരമടിച്ചോ യേശുവിന് മഹത്വം. നീ ആർക്ക് വേണ്ടിയോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു? നിന്റെ സൗഖ്യമല്ല നീ ആശിക്കുന്നത്, നിന്റെ സൗഖ്യമല്ല നീ ആഗ്രഹിക്കുന്നത്, ആരുടെയോ സൗഖ്യത്തിന് വേണ്ടി നീ യേശുവിനോട് ചോദിക്കുന്നു. തൊടാതിരിക്കാൻ കർത്താവിന് പറ്റുമോ? വിടുവിക്കാതിരിക്കാൻ കർത്താവിന് പറ്റുമോ? ഞാൻ ആ കെട്ടുകളെ അഴിച്ച് ഇന്ന് എൻ്റെ മഹത്വമുള്ള നാമത്താൽ ആ വ്യക്തിയെ ഇപ്പോൾ തന്നെ വിടുവിക്കുകയാണെന്ന് യേശു നിന്നോട് പറയുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടിയുള്ള മഹത്വം ഈ മകളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. ശാലോം. സമാധാനം. അക്ഷരാർത്ഥത്തിൽ ഈ കണ്ണുകളിലേക്ക് നോക്കി പറയാൻ യേശു പറയുന്നു. ദൈവിക സമാധാനം. മകളെ, യേശുവേ എന്ന് വിളിക്കുമ്പം ദൈവിക സമാധാനം നിന്റെ വീട്ടിലേക്ക് കയറുന്നു. ഒരു നിഴൽ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. ഇത് നിന്റെ പലരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരത്ഭുതം കൊതിക്കുന്ന എല്ലാ മക്കളും കരങ്ങളും ഉയർത്തിക്കോ. യേശുവേ എന്ന് വിളിച്ചോ. ഈ സമയത്ത് വലിയ 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 അത്ഭുതങ്ങളിലേക്ക് കർത്താവ് കാര്യങ്ങളെ തിരിക്കുന്നു. യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരാള് പോലും ലജ്ജിച്ചു പോകത്തില്ല എന്ന വചനം പറയുന്നേ. യേശുവേ, യേശുവേ, യേശുവേ. ഈ മകൾ വിശ്വസിക്കുന്നു, അവളത് ഏറ്റെടുക്കുന്നു. അവളുടെ ശരീരത്തിൽ ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ. നീ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ? എന്തു പറ്റി നിന്റെ കുഞ്ഞിന്? നടക്കാൻ വയ്യാത്ത കുഞ്ഞാണ് നിനക്കുണ്ടായിരിക്കുന്നത്. 7 വർഷത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞായത് അല്ലേ? 7 വർഷത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞ് നടക്കുകയില്ല. കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവൾ എഴുന്നേറ്റ് നിന്നപ്പോ തന്നെ യേശുവിനോട് പറഞ്ഞു, ഇവൾക്ക് വേണ്ടി അല്ല ഇവൾ പ്രാർത്ഥിക്കുന്നു, ഇവളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ തന്നെ മകളെ, നടന്നിട്ടില്ലാത്ത കുഞ്ഞിന്റെ കാലിലേക്ക് ആ ദൈവിക ജീവൻ കയറിക്കൊണ്ടിരിക്കുക. കരമടിച്ചൊന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. അതിനു വേണ്ടി ഒന്ന് സ്തുതിച്ചേ. വിളിച്ചോ, വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. നിന്റെ കുഞ്ഞിന്റെ കാലിന് ബലം വരുന്നു മകളെ. ശക്തിയോടെ കരമടിച്ചുകൊണ്ട് കർത്താവ് അയച്ചു കഴിഞ്ഞതിനായിട്ട്. മകളെ, ഹലോ ഹലോ, പറയുന്ന ശ്രദ്ധിച്ച് കേൾക്ക. ഇപ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ കാലിൽ ഒരു ഷോക്ക് ഏൽക്കുന്ന അനുഭവം ഉണ്ടായിരിക്കുന്നു. നാട്ടിൽ കിടന്നിട്ടില്ലായിരിക്കും. അതോ കിടന്നോ? ഉറങ്ങിയിട്ടുണ്ടാവും. ഇല്ല, കുഞ്ഞുറക്കത്തിൽ നിന്ന് ഇപ്പൊ എണീറ്റിട്ടുണ്ടാവും. ഫോണുണ്ടോ കയ്യില്? ഫോണുണ്ടോ കയ്യില്? ഇപ്പൊ വിളിച്ചോ. ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ദൂരത്തേക്ക് ദൈവിക സ്പർശനം അങ്ങോട്ട് പോയിട്ടുണ്ട്. പൊക്കോ, പോയി വിളിച്ചോ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. യേശുവേ എന്ന് വിളിച്ചു. ഫുൾ സ്ലീവ് ഇട്ട ബ്രദറിനെ യേശു തൊടുന്നു. ഓടി വരിക മകനെ, ഓടി വരിക, ഓടി വരിക, ഓടി വരിക, ഓടി വരിക.
ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ തലയിലെ യേശുവിന്റെ സ്വർഗ്ഗം. യേശുവിന്റെ നാമത്തിൽ അയ്യോ, ഈ മകനെ സൗഖ്യമാക്കുന്ന യേശു. എന്റെ തലയിൽ നിന്ന് കെട്ടുകൾ അഴിയുന്നു, പൊട്ടുന്നു. ഒരാളോട് വേണേ പിടിച്ചോ. അഴിയുക തെറിക്കും ഈ ശരീരം, തെറിച്ചഴിഞ്ഞ് ഈ ശരീരത്തിൽ നിന്ന് പോവാണ്. സമ്പൂർണ്ണ വിടുതൽ ഈ മകനെ കർത്താവ് ഈ തലയ്ക്കകത്തേക്ക് ദൈവമകത്ത് ഇറങ്ങട്ടെ. കരമടിച്ച് യേശുവിനെ സ്തുതിച്ചു. ഈ തലയ്ക്കകത്തേക്ക് ദൈവമകത്ത് ഇറങ്ങട്ടെ. യേശുവിന്റെ ഗ്ലോറി. ഇവൻ മാനസിക വിഭ്രാന്തി വന്ന് ഊരു ചുറ്റേണ്ടവനല്ല. ഇവൻ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാക്ഷിയാകേണ്ടവനാകയാൽ ഇന്നിവിടെ വെച്ച് ഈ മകനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു. കരമടിച്ചുകൊണ്ട് യേശുവിനെ സ്തുതിക്കുക. We give you glory and the honor as we lift your hands in worship, as we lift your holy name. You deserve the glory ഈ മകന്റെ തലയ്ക്കകത്ത് ഞരമ്പുകളെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു. and the honor. നിങ്ങളുടെ പേര് സുഖു. സുഖു. സുഖു, നിന്റെ തലയിൽ എന്താ പ്രശ്നം? പറയൂ എന്നോട്. BP കൂടിയതാ. എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? തുറന്നു. അത് തുറന്നു. ഇപ്പൊ തുറന്നു. 6 മാസമായിട്ട് ചെയ്യുന്നു. സുഖത്തില്ല. ഇന്ന് ഇപ്പൊ ചെയ്യും. ഇതാ ഈശോയായിട്ട് ചെയ്യാം, ഈസിയായിട്ട് ചെയ്യാം. ഇപ്പൊ ഈസിയാ അതാ ചെയ്യാം. കരമടിച്ചോ യേശുവിനെ മഹത്വം. 3 ഹീലിംഗ് ഒറ്റയടിക്ക് നടക്കുന്നേ. ഈ മകന്റെ തലയ്ക്കകത്ത് ഞരമ്പുകളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. 3 ഹീലിംഗ് ബ്രദർ ഒറ്റയടിക്ക് നടക്കുന്നത്. 1, തലയിലെ ഞരമ്പുകളെ യേശു തൊടുന്നു. 2, കണ്ണിനകത്തൂടെ ചൂടിറങ്ങിയിട്ട് വലിച്ച് എന്നെ പറയണ്ട ഒരു പ്ലെയർ ഇട്ട് വലിച്ച്. അതെ, ശരിയാ. വലിച്ചു പിടിക്കുക. തലയിലെ ഞരമ്പ്, കണ്ണ്, അതോടൊപ്പം തന്നെ ശരിക്കും നോർമലായി. എനിക്ക് കരമടിച്ചോ യേശുവിനെ മാത്രം സ്തുതിച്ചു പാടിടും. മഹിമയങ്ങേക്ക് കരങ്ങളെ ഈ മകനെ യേശു തൊട്ടുകൊണ്ടിരിക്കും. സ്തുതിച്ചു പാടിടും. മഹിമയങ്ങേക്ക് ഇതിൽ ഇരുട്ട് കയറിയ കണ്ണേതാ? ഇരുട്ട് കയറിയത് ഏതാ? റൈറ്റിനാണോ അതോ ലെഫ്റ്റിനാണോ? 2 കണ്ണിനോ? 2 കണ്ണിനും ഉണ്ടോ? അതെ. പക്ഷെ ഇതിനകത്ത് ഇരുട്ട് കയറിയ ഒരു കണ്ണ് പറയുന്നത് അതേതാ? വലത കണ്ണ. അതിപ്പം ആ ഇരുട്ട് മാറിപ്പോകുന്നു. അത് അതിലോട്ടൊന്ന് കൈവച്ചേ. എന്നിട്ട് പറ, ആ കണ്ണുകൊണ്ട് എനിക്ക് കാണണമെന്ന് പറ. കണ്ണോട് എനിക്ക് കാണണം, ആ കണ്ണോട് എനിക്ക് കാണണം യേശുവേ, ആ കണ്ണോട് എനിക്ക് കാണണം യേശുവേ, യേശുവേ, യേശുവേ. എനിക്ക് എന്റെ പിടിച്ചു വലിക്കുന്നതെല്ലാം മാർക്കണം യേശു. മതി. ആ കണ്ണുകൊണ്ട് കാണ. മറ്റേതടയ്ക്ക്, ഇടത്തടയ്ക്ക്. ഇരുട്ട് കയറിയ കണ്ണ് തുറക്ക. കാണ്. എനിക്ക് കാണാം. അങ്ങനെ പറഞ്ഞാ പോരെ, എനിക്ക് കാണണം. ഇതെത്ര? 1, 2, 3. ഹല്ലേലൂയ. ഒന്നുമില്ല. 1. അരമടിച്ചോ യേശുവിനെ. നീ സൗഖ്യമായിരിക്കുന്നു. മഹിമയങ്ങേക്ക്
എൻ കരങ്ങളെ ഉയർത്തി. ഷുഗർ കൂടിയതാണ്. പ്രഷർ കൂടി. പ്രഷർ കൂടിയിട്ട് എങ്ങനെ സംഭവിച്ചത്? നാളെ തന്നെ പോയി മെഡിക്കൽ ചെക്കപ്പിന് വിധേയമായി. സുന്ദരക്കുട്ട, നീ സൗഖ്യമായിടാ. കരമടിച്ചോ യേശുവിനെ. അങ്ങേ പോലെ ആരുമില്ല, so great, there is no one like you. There is no one else like you, for you are great. സഫാരി സൂട്ട് വാ വാ. ചായോ എന്നാ പേര്? വില്യം. ഞാൻ കേട്ടത് വില്ലൻ. വില്യംസ്. അച്ഛാ നല്ല ഉടുപ്പാ കേട്ടോ. സഫാരി ഒന്നും ഇപ്പൊ കാണാനില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. വില്യംസ് അച്ചായ. അച്ചാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാ. അച്ഛൻ എവിടുന്നാ കണ്ടിട്ടുള്ളേ? യൂട്യൂബിൽ. യൂട്യൂബുകാരനാ. ഓക്കെ അച്ചായ, കഴിഞ്ഞ 2.5 മാസം കൊണ്ട് കർത്താവിന്റെ കൃപയാല് 3.25 ലക്ഷം പേരാണ് യൂട്യൂബിലൂടെ കണ്ടത്. ഗോസ്പൽ ഈസ് റീച്ചിങ്. കഴിഞ്ഞ 8 മാസം 2014 8 മാസത്തില് 8 ലക്ഷം വ്യൂവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനകത്ത് ഈ വലിയ വളർച്ച ഉണ്ടായി. അതിലൊരാളായിരിക്കും അല്ലേ? ഓക്കെ, എന്നേലും ആട്ടെ. ആദ്യമായിട്ട് ഞാൻ കാണുക അച്ചായൻ്റെ ഒരു കാര്യം കർത്താവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ അച്ചായനെ വിളിച്ചത്. അച്ചായൻ നമ്മുടെ ഈ നാക്കില്ലേ, നാക്കിൻ്റെ അപൂർവമായിരിക്കും. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുമായിരിക്കും. പക്ഷെ അച്ഛൻ ചിരിക്കത്തില്ല, കാരണം അച്ഛനത് അനുഭവം. നാക്കിൻ്റെ ഇടത്തെ സൈഡില്ലേ, നാക്കിൻ്റെ ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ്, നാക്കിൻ്റെ ലെഫ്റ്റ് സൈഡില് അതിപ്പോൾ എങ്ങനെ കാണിക്കും? പറഞ്ഞുകൊണ്ട് കാണിക്കേ വേണം. നാക്ക് നീട്ടിയാൽ പറയാനൊക്കത്തില്ല. ഓക്കെ, നാക്കിൻ്റെ ലെഫ്റ്റ് സൈഡില് ഇറ്റ്സ് ലൈക്ക് വട്ടത്തില് നമ്മുടെ നാട്ടിലെ പഴയ 25 പൈസ ഇല്ലായോ? 25 പൈസ പഴയ തല കുലുക്കും വില്യം സച്ച. ആ 25 പൈസയുടെ വട്ടത്തില് ആ റൗണ്ടില് പ്രശ്നമുണ്ട്. യേശു അതിനെ ഇപ്പം എടുത്തു മാറ്റുക. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? അതെ. കാണിച്ചേ, നാക്ക് കാണിച്ചേ. ഓ മൈ ഗാഡ്, എത്ര നാളായി ഇത് വന്നിട്ട്? 2 വർഷത്തെ കൂടുതൽ. അച്ചായ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് കാണുക, പക്ഷെ അച്ചായന് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പം അച്ചായന്റെ കൈ എടുത്ത് ആ നാക്കിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് എടുക്കുമ്പം അതവിടെ ഉണ്ടാകത്തില്ല എന്നോ? നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ജെറി ബ്രദർ ആദ്യം കൈപൊക്കി. നിങ്ങൾ കാണും കേട്ടോ, നിങ്ങൾ കാണും. യേശു അതിപ്പോ ചെയ്യും, കാരണം അവിടെ നിന്നെല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. ഹല്ലേലൂയ. ഈ അച്ചാനെ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. പക്ഷെ ആ മകൻ അവിടെ ഇരുന്നപ്പോൾ തന്നെ യേശു പറഞ്ഞു, ഞാൻ ആ നാക്കിനെ തൊടുകയാണ്. ഈ പാവത്തെ ഇതിനിടയ്ക്ക് ഒരാൾ വന്ന് പേടിപ്പിച്ചു. ഇതേ ഒന്ന് മാമോഗ്രാം ഒക്കെ ചെയ്യാണ്, നല്ലതാണ്. ഇതെന്തിൻ്റെയോ ഒരാരംഭമാണെന്ന് തോന്നുന്നൊക്കെ പറഞ്ഞ് ഈ പാവത്തെ പേടിപ്പിച്ചു. യേശുവിന് അത് കാണാതിരിക്കാൻ ഒക്കുമോ? കർത്താവിന് അത് തൊട്ടല്ലേ പറ്റുള്ളൂ. തീർച്ചയായും ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ. ഒരു മാമോഗ്രാം വേണ്ട, എല്ലാ ഗ്രാമവും യേശു ഇപ്പൊ ചെയ്യുക, യേശുവിന്റെ നാമത്തിൽ. ഒരു ബയോപ്സിയും വേണ്ട, യേശു ഇപ്പൊ അതിനെ സൗഖ്യമാക്കാം. അതിലൂടെ കൈ തൊട്ടോ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പിതാവിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കിത് പറ്റൂല, പക്ഷെ യേശുവിന് ഇത് പറ്റും. അവിടുന്ന് ജീവിക്കുന്ന ഏക സത്യ ദൈവമാണ്. ഇപ്പൊ ഈ
ഈ വിരൽ വെച്ചിരിക്കുന്നിടത്തുനിന്ന് അത് അപ്രത്യക്ഷമാവട്ടെ. അത് അപ്രത്യക്ഷമാവട്ടെ. അത് അപ്രത്യക്ഷമാവട്ടെ. ആമേൻ. കർത്താവ് ചെയ്ത് കഴിഞ്ഞതിനായിട്ട് കരമടിച്ച് അച്ഛ എഴുന്നേക്ക അച്ഛ. വില്യംസ് അച്ഛ എഴുന്നേക്ക അച്ഛ. തീരെ അച്ഛ, ഞാൻ കാണട്ടെ ആദ്യം. തപ്പച്ച, അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ തപ്പ. ഞാനല്ല തപ്പട്ടെ, അച്ഛൻ്റെ കൈ കൊണ്ട് തപ്പ. ആ ഉണ്ടോ അവിടെ? ഇല്ല ഇല്ല. കരമടിച്ചത് യേശുവിനെ. അച്ഛൻ വെറുതെ പറയുന്നത്. പ്രീമിയം സിസ്റ്റർ ഒന്ന് വന്ന് നോക്കി, ഒന്ന് കാണിച്ചേ, ആ സ്പോട്ട് ഒന്ന് കാണിച്ചേ. ഇല്ല. disappear. ഞാൻ ഈ പറയുന്ന ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. You deserve the glory and the honor as we lift our hands in worship, as we lift your holy name. It's a major healing. And the honor As we lift our hands in worship, as we lift your holy name. For you are great, you do miracles so great. There is nobody like you. There is no one else like you. For you are great. Yes, You do miracles so great. yes, There is no one else like you. There is no one else like you. You deserve the glory And the honor as we lift our hands and worship, as we lift your holy name, you deserve the glory and the honor. As we lift your hands and worship, as we lift your holy name, for you are great, you do miracles so എന്റെ great. ബ്രദറെ, glory of God. ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാം. പാമ്പിന്റെ പുറത്തെ തോട് എന്നാ പറയുന്നേ? പടം. പാമ്പിന്റെ പുറത്തെ പടം ഒഴിച്ചു കളഞ്ഞിട്ട് പാമ്പ് പുതിയ സ്കിന്ന് സ്വീകരിക്കുന്ന പോലെ അങ്ങനെ ഒരു ക്രിയ തല മുതൽ പാദം വരെ. പിടിച്ചോണേ അയാളെ, പിടിച്ചോണേ. ദൈവമഹത്വം ഇപ്പോഴും അയാളുടെ ശരീരത്തിലേക്ക് അടിച്ചോണ്ടിരിക്കുക. തല മുതൽ പാദം വരെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാളുടെ ശരീരം, കർത്താവ് എന്നോട് പറയുന്നു, മൊത്തം ഫുൾ ബോഡിയില്. എനിക്കിങ്ങനെ മനസ്സിലാവും, നിങ്ങൾക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടോ? ഭയങ്കര സ്കിൻ പ്രോബ്ലം. ഇറ്റ്സ് ലൈക്ക് കറുത്ത സ്പോട്ടുകൾ ഉണ്ടാവുമോ? വലിയ സ്പോട്ടല്ല, കൊച്ചു 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 സ്പോട്ട് ശരീരം. You deserve the glory. കർത്താവിന് മറഞ്ഞിരിക്കുന്ന വല്ല സൃഷ്ടിയുണ്ടോ? ഇന്നത് സൗഖ്യമാവുന്നു. ഈ മകനെ യേശു സൗഖ്യമാക്കുന്നു. ഫുൾ ബോഡിയിൽ ഇതുണ്ടെന്ന് എനിക്ക് മനസ്സിലാകും, അല്ലേ? ഞാൻ കണ്ടു കേട്ടോ, പാമ്പിന്റെ പട ഒളിച്ചു പോന്ന പോലെ. There is no one else like you. There is no one else like you. For you are great. You do miracles so great. പുതിയ ജീവൻ There is no one else like you. തലയിൽ നിന്ന് താരനൊക്കെ ഇറങ്ങിപ്പോയി. There is no ശരീരം one ആശകരം സൗഖ്യമാണ്. else like you. യേശു വലിയവൻ. ഓരോ ശരീരങ്ങളിലേക്കും ആ ദൈവിക ജീവൻ കയറുന്നു. മകളെ, നീ യേശുവേ എന്ന് വിളിച്ചോ. ആ നിൽക്കുന്ന സഹോദരിയോട് പറയുന്നു, യേശുവേ എന്ന് വിളിച്ചോ. ഇതാകുന്നു അത്ഭുതത്തിന്റെ സമയം. വിളിക്കുക, അവിടുത്തെ നാമത്തെ വിളിക്കുക, അവിടുത്തെ നാമത്തെ വിളിക്കുക. ഇരിക്കുന്ന ചേച്ചിയെ വിളിച്ചേ. ആ കറുത്ത ഷോളിന്റെ ആ ചേച്ചിയെ വിളിച്ചേ. മോളുടെ മുമ്പിൽ ഇരിക്കുന്ന ആളെ വിളിച്ചേ.
ആ മകളുടെ 2 കണ്ണുകളിലേക്കും കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നോക്കുക, നിങ്ങളുടെ 2 കണ്ണിലേ ദൈവമഹത്വം അടിച്ചുകൊണ്ടിരിക്കുന്നു. You deserve the glory. അവന്റെ 2 കണ്ണ് സൗഖ്യമാകുന്നു. അവരുടെ 2 കണ്ണ് സൗഖ്യമാകുന്നു. അത് വലിയ സൗഖ്യമാണ്. അവരുടെ 2 കണ്ണ് സൗഖ്യമാകുന്നു. As we lift your holy name, for you are great, you do miracles so great, there is no one else like you, there is no one else like you, for you are great, you do miracles so great, there is no one else like you, There is no one else like you. ഇടത്തെ കണ്ണ് ഏതാ? ഇടത്തേത് 9.5 വർഷം മുമ്പ് ശ്രദ്ധിച്ച് കേൾക്കണേ. 9.5 വർഷം മുമ്പ് മുഖം കഴുകുന്നത് പോലെ എന്തോ ഒന്ന് വന്ന് അടിച്ചതുപോലെ, വെള്ളം ഇങ്ങനെ ചീറ്റുന്നത് പോലെ. ഓ ജീസസ്, എന്തോ ഞാൻ ഈ പറയുന്നത് അവളുടെ അനുഭവമാണ്. 9.5 വർഷം മുമ്പ് ഈ ഇടത്തെ കണ്ണില് വെള്ളം ചീറ്റിക്കുന്ന പോലെ എന്തോ വന്ന് അടിച്ച് ഇത് 5% പോലും വ്യക്തതയില്ലാത്ത സ്ഥിതിയിൽ ഇതായിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ശരിയാണോ ഞാൻ ഈ പറയുന്നേ? ശരിയാണ്. 9.5 വർഷം മുമ്പ് ഇത് സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. എന്നാൽ ഇപ്പം വേറൊരു സംഭവം സംഭവിക്കാൻ പോവാ. 9.5 വർഷം മുമ്പ് സംഭവിച്ചതിനെതിരെ ഇപ്പൊ വേറൊരു സംഭവം സംഭവിക്കാൻ പോവാ. അച്ഛാ, അത് വേറൊന്നുമല്ല, യേശു ആ കണ്ണിനെ പുതിയതാക്കുകയാണ്. അവളെ പിടിച്ചോണം. ദൈവശക്തി അവിടെ ശരീരത്തിലേക്ക് അടിക്കുന്നു. Oh, the glory. ക്ലിയർ ആയി കഴിഞ്ഞു ആ കണ്ണ്. നാം ഒരുമിച്ച് ഇപ്പൊ പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. പിതാവേ, ദൈവത്തിന്റെ ഹൃദയം ഞങ്ങളെ അറിയിച്ചതിനായിട്ട് നന്ദി. അത് മറ്റൊന്നുമല്ല, അങ്ങ് തന്ന ജീവനുമായിട്ട് അങ്ങേ ആരാധിക്കുകയാണ്. ഞങ്ങൾക്ക് തന്ന ആ ജീവനായിട്ട് നന്ദി. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ മുമ്പിൽ കാണുന്നു. കുടുംബങ്ങളെ ഞാൻ മുമ്പിൽ കാണുന്നു. അസാധ്യതകളില്ലാത്ത ദൈവമേ, അതിശയകരമായ പ്രവർത്തനങ്ങൾ ഓരോ കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. അവിടുന്ന് ഞങ്ങൾക്ക് ജീവൻ തന്നവനാണ്, സമൃദ്ധമായ ജീവൻ തന്നവനാണ്. ആ ജീവൻ ഓരോ ശരീരങ്ങളുടെ മേലും യേശുവിന്റെ നാമത്തിൽ തുടിക്കട്ടെ. അതിനായിട്ട് നന്ദി പറയും. കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ഈ ജീവനെ കൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്ന സകല വൻ മതിലുകളെയും അവർ ഇടിക്കട്ടെ, താഴടിയാക്കട്ടെ. അതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.